जल्दी से ले आने वाला प्रभु यीशु मसीह की अति पवित्र नाम में सब पवित्र लोगों में से वंदन देता हूँ। വേഗം വരുന്ന കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. प्रभु की महान अनुग्रह से आज भी पुनरुत्थान के दिन में इस जूम प्लाट में होकर के हमको इकट्ठा होकर इस रीति में प्रभु का महिमा करने के लिए प्रभु ने कृपा दिया. കർത്താവിന്റെ കൃപയാൽ കർത്താവ് ഒരു ദിവസം ഒരു പുനരുദ്ധാന ദിവസം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചേർക്കുകയും ഇങ്ങനെ സൂം മുഖാന്തരം നമ്മളെല്ലാ സഹോദരി സഹോദരന്മാരെ കാണുവാൻ കൂട്ടായ്മ ചേർന്നും കർത്താവിന് അവസരം ഒരുക്കുന്നതിനായി സ്തോത്രം. प्रभु ने हमारे लिए ऐसे समय में ऐसी अवस्था आएगा जान करके शायद ये सब मालो तैयार करके दिया और उसका सही इस्तेमाल करने के लिए प्रभु ने मौका दिया. കർത്താവിന് അറിയാം ഇങ്ങനെ ഒരു പരിസ്ഥിതി വരുന്ന കർത്താവ് അറിഞ്ഞിട്ടും നമുക്ക് വേണ്ടിയിട്ട് അതൊക്കെ എല്ലാം ക്രമീകരണം ചെയ്തിട്ട് ഇതെല്ലാം ക്രമീകരണം കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുമല്ലോ എന്ന് ആ അർത്ഥത്തിൽ ഉദ്ദേശത്തിലായിരിക്കണം നമ്മൾ എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കേണ്ടത്. हमारा जीवन में हमें प्रभु ने अच्छा ज्ञान समझ दिया, इसलिए जो भी बात है अपन प्रभु की महिमा के लिए ही वो इस्तेमाल करते हैं. അതുകൊണ്ട് കർത്താവ് നമുക്ക് എത്ര ബുദ്ധി ജ്ഞാനം നമുക്ക് തന്നത് അത് ഏതങ്ങനെ അവസ്ഥയിലായാലും ആ എല്ലാ അവസ്ഥയിലും പരിസ്ഥിതിയിലും ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കണം. तो मैं प्रभु को बहुत धन्यवाद देता हूँ. അതുകൊണ്ട് ഞാൻ കർത്താവിന് ഒത്തിരി നന്ദി പറയുന്നു. प्रभु ने हमें सुंदर अवसर बनाकर दिया. കർത്താവ് നല്ല ഒരു അവസരം നമുക്ക് ഉണ്ടാക്കി തന്നു. मैं आशा करता हूँ आप लोग सब भजन सुनने की सच्चा तैयारी में हैं. ഞാൻ പ്രത്യാശിക്കുന്നത് നിങ്ങൾ എല്ലാവരും വചനം കേൾക്കാൻ വേണ്ടി ആ സന്തോഷത്തിൽ ആണെന്ന്. हम जब प्रभु का वचन जब सुनने के लिए प्रभु का उपस्थिति में जब रहता है നമ്മൾ കർത്താവിന്റെ വചനം കേൾക്കാൻ വേണ്ടിയിട്ട് കർത്താവിന്റെ സന്നിധി നമ്മൾ വരുമ്പോൾ तब हम एक खुला दिल के साथ एक ओपन हार्ट खुला दिल के साथ आत्मा का अधीन होकर के हमें वचन सुनना चाहिए. നമ്മൾ തുറന്ന മനസ്സോടെ കർത്താവിന്റെ സന്നിധിയിൽ വരികയും തുറന്ന മനസ്സോടെ ഒരു കപടമില്ലാതെ തുറന്ന മനസ്സോടെ കർത്താവിന്റെ വചനം കേൾക്കാൻ നമുക്ക് മനസ്സുണ്ടായിരിക്കണം. अगर ऐसा अगर हम प्रभु की उपस्थिति में रहेगा तो प्रभु हमसे बहुत गहराई में बातें करेगा. ഈ രീതിയിൽ നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ കർത്താവ് നമ്മളോട് ആഴമായിട്ട് സംസാരിക്കും. तब ऐसे अवस्था में वास्तव में क्या होता है कि हमारे जीवन में बहुत बड़ा एक बढ़ोतरी या एक बहुत बड़ा एक फायदामंद अवस्था बन जाता है. ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ഉണർവും നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലാഭമുള്ള അവസ്ഥ നമുക്കാകും. क्योंकि हम जो बात सुनता है वो परमेश्वर का वचन है. കാരണം നമ്മൾ കേൾക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. प्रभु यीशु मसीह ने मालव खाने के समय में यूहन्ना 6 अध्याय का 63 वचन में यूहन्ना का सुसमाचार 6 अध्याय 63 वचन में प्रभु यीशु मसीह कहता है जो वचन मैंने तुमसे कहा ये आत्मा और जीवन है. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 63-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ജോൺ 6:63 വായിക്കുന്നത് ഞാൻ പറയുന്ന സംസാരിക്കുന്ന വചനം ജീവനും ആത്മാവുമാകുന്നു. आत्मा तो जीवनदायक है, शरीर से कुछ लाभ नहीं. जो बातें मैंने तुमसे कही है वे आत्मा है और जीवन भी है. इसका मतलब ये वचन को हम कैसे सुनना चाहिए इसका गौरव यहाँ पर प्रभु बताता है. അപ്പൊ ഈ വചനത്തിന് നമ്മൾ എങ്ങനെ രീതിയിൽ നമ്മൾ കേൾക്കണം എന്നുള്ള അതിന്റെ മൂല്യത അവിടെ പറഞ്ഞിട്ടുണ്ട്. क्योंकि ये वचन जो है ये आत्मा और जीवन है. കാരണം ഈ വചനം എന്ന് പറയുന്നത് അത് ആത്മാവുമാണ് ജീവനുമാണ്. इसका मतलब അതിന്റെ അർത്ഥം आपको मालूम है यूहन्ना 4:24 में प्रभु ने कहा परमेश्वर आत्मा है. യോഹന്നാന്റെ സുവിശേഷം 4:24 ജോൺ 4:24 കർത്താവ് വചനം ആത്മാവാകുന്നു. परमेश्वर आत्मा है. ദൈവം ആത്മാവാകുന്നു. प्रेज़ लॉर्ड. ദൈവം ആത്മാവാകുന്നു. देखिए एक बात यहाँ पर अभी प्रभु का वचन प्रभु यीशु ने कहा मैंने कहा हुआ वचन ആത്മാ അവർ ജീവൻ ഹേ. ആദ്യം കർത്താവ് പറഞ്ഞത് ഞാൻ സംസാരിക്കുന്ന വചനമോ അത് ആത്മാവും ജീവനുമാകുന്നു. इसका मतलब परमेश्वर आत्मा है. പിന്നെ നമ്മൾ വായിച്ചത് ദൈവം ആത്മാവാണ്. और इवन യോഹന്നാ 14 अध्याय का 6 वचन में प्रभु यीशु ने कहा कि मैं जीवन हूं. എന്നിട്ട് യോഹന്നാന്റെ സുവിശേഷം 14:6 കർത്താവ് ജോൺ 14:6 കർത്താവ് പറഞ്ഞത് ഞാൻ ജീവനാകുന്നു. मतलब सच्चाई मार्ग और जीवन में ही हूं बोलने का मतलब जीवन प्रभु यीशु मसीह है. ഞാൻ തന്നെ മാർഗം സത്യം ജീവനാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് യഥാർത്ഥ മാർഗം കർത്താവാണ്. इसका मतलब हम जब प्रभु का वचन सुनता है അതിന്റെ അർത്ഥം നമ്മൾ ദൈവത്തിന്റെ വചനം നമ്മൾ കേൾക്കുമ്പോൾ हमको क्या मिलता है? നമുക്ക് എന്ത് കിട്ടും? हमें परमेश्वर प्रभु मिलता है. നമുക്ക് കർത്താവ് യേശുക്രിസ്തു കിട്ടും. हालेलुया. ये कितना महान बात है प्रियो. ഇത്ര ആഴമുള്ള കാര്യമല്ലേ? हमें प्रभु मिल जाता है. നമുക്ക് കർത്താവ് കിട്ടുന്നുണ്ട്. हमें प्रभु मिल गया बोलेगा तो हमें कितना आनंदित होना चाहिए. ദൈവം നമ്മളെ കർത്താവ് കിട്ടുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര സന്തോഷമുള്ള കാര്യമല്ലേ അത്? मतलब ये जो परमेश्वर का वचन जो है वो जीवन का वचन है. കാരണം ദൈവത്തിന്റെ വചനം എന്ന് പറഞ്ഞാൽ ജീവനുള്ള വചനമാണ്. प्रभु यीशु मसीह जब दुनिया में था കാരണം കർത്താവ് യേശുക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ उस समय में बहुत से
से लोगों ने वचन जानता था परंतु यीशु मसीह को नहीं पहचान पाया. കാരണം ആ സമയത്ത് അനേകർ കർത്താവിന്റെ വചനത്തിനെ അറിയായിരുന്നു, എന്നാൽ കർത്താവിനെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. वो सच्चा वचन अभी देहधारी होकर उन लोगों के बीच में आया, യഥാർത്ഥ സത്യവചനം അവരുടെ മുമ്പിൽ ദേഹരൂപമായി എടുത്ത് അവരുടെ ഇടയിൽ വന്നു. लेकिन उन लोगों ने उस प्रभु को नहीं पहचाना. എന്നാൽ അവരോ കർത്താവിനെ അവർ മനസ്സിലാക്കിയിട്ടില്ല. इसलिए प्रभु यीशु मसीह यहूदियों को कहता है, അതുകൊണ്ട് കർത്താവ് യഹൂദന്മാരോട് പറഞ്ഞത് യോഹന്നാൻ का सुसमाचार उसकी 5 अध्याय का 39-40 में യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 39-40, ജോൺ ഗോസ്പൽ ചാപ്റ്റർ 5 39 and 40. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു, എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. तुम पवित्र शास्त्र में ढूंढते हो क्योंकि समझते हो कि उसमें अनंत जीवन तुम्हें मिलता है, और ये वही है जो मेरी गवाही देता है. फिर भी तुम जीवन पाने के लिए मेरे पास आना नहीं चाहते. देखिए, प्रभु यीशु मसीह यहूदियों को कहने वाला एक बात हम यहाँ पर देखा. ഇവിടെ കർത്താവ് യഹൂദന്മാരോട് ഒരു കാര്യം പറഞ്ഞ് നമ്മൾ നോക്കി. वे लोग बाइबल अच्छी तरह एक एक शब्दों को अच्छी रीति में सीखते थे, കാരണം അവർ ദൈവത്തിന്റെ വചനത്തെ നല്ല ആഴമായ രീതിയിൽ അവർ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമായിരുന്നു. लेकिन वो वचन देहधारी होकर उनके बीच में आया. എന്നാൽ ആ വചനമോ ദേഹരൂപമായിട്ട് അവരുടെ ഇടയിൽ വന്നു. वो वचन उनसे बात कर रहा है अभी, ആ വചനം അപ്പൊ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. तो भी उन्होंने उसको नहीं पहचाना. എന്നാലും അവർ അതിനെ മനസ്സിലാക്കാനോ അറിഞ്ഞില്ല. उसके पास आकर के जीवन पाने के लिए वो लोग तैयार नहीं हुआ. എന്നാലും അവർ അവന്റെ അടുത്ത് വരികയും ജീവൻ പ്രാപിക്കാൻ അവന്റെ അടുത്ത് വന്നില്ല. एक बात मैं आपको बताना चाहता हूँ. ഒരു പ്രിയപ്പെട്ട ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, आज भी जब ये वचन हमारे पास आता है तो ये वचन का कितना महत्व है वो जानने वाले लोग बहुत कम है. ഇത് ഈ വചനം നമ്മുടെ ഇടയിൽ നമ്മുടെ സന്നിധിയിൽ നമ്മുടെ വരുവാണെങ്കിൽ ആ വചനത്തിന്റെ മൂല്യത എത്ര എന്ന് അനേകർ അറിയത്തില്ല. आज हम नया जन्म पाया करके हम गवाही देता है. നമ്മള് പുതിയ ജന്മം നമ്മുടെ വീണ്ടും ജനനം നടന്നു എന്നുള്ളത് നമ്മൾ പറയാറുണ്ട്. नया जन्म कैसे हुआ? അത് പുതിയ ജന്മം എങ്ങനായി? नया जन्म वचन के द्वारा हुआ. വചനം മുഖാന്തരമായി. Praise the Lord. Amen. वचन के द्वारा हमारा नया जन्म हुआ. വചനം മുഖാന്തരം നമ്മൾ വീണ്ടും ജനിച്ചു. आज भी ये वचन बहुत लोग जिसका नया जन्म नहीं हुआ उनको नया जन्म देता है. ഇന്നും ഈ വചനം ആരുടെ ഒക്കെ പുതിയ ജന്മം ആയിട്ടില്ല അവർക്ക് വീണ്ടും ജന്മം തരുന്നത് വചനമാണ്. और ये नया जन्म पाने के बाद എന്നിട്ട് ഈ വീണ്ടും ജന്മം കിട്ടി കഴിഞ്ഞിട്ട് फिर भी पवित्र लोगों का वचन के साथ कितना गहरा नाता है. എന്നിട്ടും ഈ വിശുദ്ധന്മാര് വചനമായിട്ട് ആഴമായ അവരുടെ ബന്ധമുണ്ട്. क्योंकि इस वचन नया जन्म पाया हुआ लोगों के लिए दूध और भोजन है. കാരണം ഈ വചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധന്മാർക്ക് വേണ്ടിയിട്ട് അത് പാലും അത് കട്ടിയായ ഭോജനവുമാണ്. बहुत अनोखी बात है ना. അത് എത്ര ശ്രേഷ്ഠമുള്ള കാര്യമല്ലേ? परमेश्वर का वचन, ദൈവത്തിന്റെ വചനം, जो वचन के द्वारा नया जन्म पाया, വചനം മുഖാന്തരം വീണ്ടും ജനിച്ചോ उनके लिए ये दूध भी है भोजन भी है. അവർക്ക് വേണ്ടിയിട്ട് ഇതേ വചനം പാലുമാണ് കട്ടിയായ ഭോജനം കൂടെയാണ്, ആഹാരമാണ്. तो यहाँ पर जब पहला पत्रोस दूसरा अध्याय का दूसरा वचन आपको याद होगा, അത് പത്രോസ് 2:2 നമ്മൾ വായിക്കുമ്പോൾ निर्मल दूध है. അത് ശുദ്ധമായ പാലാണ്, निर्मल दूध है. ശുദ്ധമുള്ള പാലാണ്. वचन जैसा निर्मल दूध कहीं नहीं मिलेगा. വചനം പോലെ ശുദ്ധമുള്ള പാല് വേറെ എവിടെയില്ല. इसका मतलब नया जन्म पाया हुआ लोगों को उन्नति पाने के लिए, जीवन में बढ़ने के लिए हमें वचन रूपी निर्मल दूध पीने के लिए इच्छा होना चाहिए. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടവർ അല്ലെങ്കിൽ പുതുതായി ജനിച്ചവർ വചനം മുഖാന്തരം വീണ്ടും ജനിച്ചവർ അവർ കർത്താവ് വളരാൻ വേണ്ടിയിട്ട് ശുദ്ധമുള്ള നിർമ്മല ആയ പാല് അവർക്ക് കുടിക്കാൻ വാഞ്ചമാണ്. प्रभु यीशु मसीह की जब परीक्षा लिया गया, കർത്താവിനെ പരീക്ഷിച്ചപ്പോൾ उस समय में शैतान से प्रभु कहता है, അപ്പൊ ആ സമയത്ത് പിശാച് വന്ന് കർത്താവിനോട് പറഞ്ഞത്, शैतान से प्रभु यीशु मसीह कहता है കർത്താവ് പിശാചിനോട് പറഞ്ഞു, कि मनुष्य सिर्फ रोटी से नहीं परमेश्वर के मुंह से निकलने वाला वचन से जीवित रहता है. ആ സമയത്ത് കർത്താവ് പിശാചിനോട് എന്തോ പറഞ്ഞ്, മനുഷ്യൻ കേവൽ അപ്പം കൊണ്ട് മാത്രമല്ല എന്നാൽ പിതാവിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനത്താൽ ജീവിക്കുന്നു. देखिए मत्ती 4:4 में हम पढ़ता है, മത്തായി സുവിശേഷം 4:4, മാത്യു 4:4 നമ്മൾ വായിക്കുന്നുണ്ട്. मैं हर एक रेफरेंस निकाल करके अभी देखो इसमें सामने आ रहा है, आप देख सकते हैं कि उसने उत्तर दिया है कि लिखा है कि मनुष्य केवल रोटी से नहीं परंतु हर एक वचन से जो परमेश्वर के मुंह से निकलता है जीवित रहेगा. देखो മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ജീവിക്കുന്നു. देखिएगा परमेश्वर के लोग सिर्फ रोटी से जीने वाले नहीं
परमेश्वर के मुंह से निकलने वाला वचन के द्वारा जीवित रहता है। അതുകൊണ്ട് മനുഷ്യൻ വെറും അപ്പം കൊണ്ട് മാത്രം ജീവിക്കുന്നവരല്ല, എന്നാൽ ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനത്താലും ജീവിക്കും. इस वचन को जब भी हमें सुनने का मौका मिलता है, അതുകൊണ്ട് ഈ വചനം നമുക്ക് എപ്പോഴും കേൾക്കാൻ നമുക്ക് അവസരം കിട്ടുമ്പോൾ इसको हमें प्राप्त करके उसको खाने वाला एक अनुभव भक्तों के जीवन में चाहिए। ഈ വചനം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വചനം നമുക്ക് ഭോജനമായിട്ട് നമുക്ക് ഭക്ഷിക്കാനുള്ള രീതിയിൽ ആ അനുഭവത്തിൽ നമ്മൾ പ്രവേശിക്കണം. यिर्मयाह 15:16 में यिर्मयाह कहता है, യെരമ്യായുടെ പുസ്തകം 15:16, ജെറമ്യായ 15:16, कि मैंने तेरी वचन को पाकर खा लिया। ഞാൻ നിന്റെ വചനത്തെ അന്വേഷിച്ചു, ഞാൻ അത് കഴിച്ചു. देखा, मतलब मैंने तेरे वचन पाया तो मैंने उसको खा लिया। ഞാൻ നിന്റെ വചനത്തെ അന്വേഷിച്ചപ്പോൾ അത് ഞാൻ ഭക്ഷിച്ചു. इस वचन जब खाया, ഈ വചനത്തെ ഞാൻ ഭക്ഷിച്ചപ്പോൾ क्या अनुभव हुआ? എന്ത് പറ്റി? उसको क्या अनुभव मिला? എന്ത് പറ്റി? आप देखिएगा। അത് നമ്മൾ കാണുവാണെങ്കിൽ जब तेरे वचन मेरे पास पहुँचे तब मैंने उन्हें मानो खा लिया, और तेरे वचन मेरे मन के हर्ष और आनंद का कारण हुए, क्योंकि सेनाओं के परमेश्वर यहोवा में मैं तेरा कहलाता हूँ. ओह, कितना गहरी बात है। എത്ര ആഴമുള്ള കാര്യമല്ലേ? ये वचन क्या हुआ? ഈ വചനം എന്ത് പറ്റി? मेरा मन का हर्ष और मेरा आनंद का कारण हुआ। എന്റെ ഹൃദയത്തിൽ സന്തോഷവും എനിക്ക് സന്തോഷിപ്പിക്കാനുള്ള കാരണമായി മാറി. इसलिए मैं बोला, प्रभु की उपस्थिति में जब आता है तो एक खुले मन के साथ आना चाहिए, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ വരുമ്പോൾ തുറന്ന മനസ്സോടെ നമ്മൾ വരണം. और हम आत्मा का अधीन होकर के रहना चाहिए। എന്നിട്ട് ആത്മാവിന്റെ അധീനമായി നമ്മൾ ഇരിക്കണം. और ऐसा कार्य करेगा तो അങ്ങനെ ചെയ്യുവാണെങ്കിൽ जरूर जिसके पास भी प्रभु का वचन पहुंच जाता है, वो वचन के कारण वो मन में हर्षित हो जाएगा और आनंद से वो भर जाएगा। കാരണം ആരൊക്കെ ഈ രീതിയിൽ കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ താഴ്മയോടെ നമ്മൾ ഇരിക്കുമ്പോൾ അവരുടെ ഉപസ്ഥിതിയിൽ വചനം വരുമ്പോൾ അവർ ഹൃദയത്തിൽ തൃപ്തി അവസ്ഥയും വചനം അവർക്ക് സന്തോഷിപ്പിക്കുകയും ചെയ്യും. मैं आशा करता हूँ आपके दिल में हालेलुया बहुत खुशी और आनंद उमड़ रहा होगा। കാരണം ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ഹൃദയത്തിൽ എല്ലാവരുടെയും ആ സന്തോഷം ആ തൃപ്തത നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. आप प्रभु की आत्मा में रहकर इन वचनों को सुनना। അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആത്മാവിൽ ഈ വചനം കേൾക്കണം. प्रभु के वचन के बिना हम कभी भी प्रभु जैसे चाहते हैं हम सिद्ध नहीं बन सकता। കാരണം വചനം ഇല്ലെങ്കിൽ ദൈവം എങ്ങനെ ആഗ്രഹിക്കുന്നു ആ രീതിയിൽ നമുക്ക് സിദ്ധന്മാരാകാൻ പറ്റത്തില്ല. इस वचन हमें क्या करता है? मसीह में हमें सिद्ध बनाता है। ഈ വചനം നമുക്ക് എന്ത് ചെയ്യുന്നു? ക്രിസ്തുവിൽ നമുക്ക് പൂർണ്ണരാക്കുന്നു, സിദ്ധനാക്കുന്നു. दूसरा तिमोथी 3 अध्याय का 16-17 वचन में 2 തിമോത്തി 3:16-17, 2 തിമോത്തി chapter 3 verse 16-17. प्रियो, अगर हम बुलाहट पाने के बाद में प्रभु के वचन के सिवा हम प्रभु चाहने वाला उस सिद्धता में नहीं कभी पहुंच पाएगा। അത് വചനം നമ്മൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ കർത്താവ് ഏത് രീതിയിലുള്ള സിദ്ധനുള്ള ഉദ്ദേശത്തിൽ കർത്താവ് ഇച്ഛിക്കുന്നോ ആ ഉദ്ദേശത്തിൽ നമുക്ക് വളരാൻ പറ്റത്തില്ല. इस वचन कितना अच्छी बात है। കാരണം ഈ വചനം എത്ര നല്ലതല്ലേ? अब सुनिएगा, അതുള്ള വാക്യം വചനം വായിച്ചോ. संपूर्ण पवित्र शास्त्र परमेश्वर की प्रेरणा से रचा गया है और उपदेश और समझाने और सुधारने और धर्म की शिक्षा के लिए लाभदायक है, ताकि परमेश्वर का जन सिद्ध बने और हर एक भले काम के लिए तत्पर हो जाए. देखा, ये वचन हमारे पास पहुंचने से हम क्या होगा? परमेश्वर का जन सिद्ध बनेगा। ഈ വചനം നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? ദൈവത്തിന്റെ ആ വ്യക്തി തികഞ്ഞവനായി മാറും. बहुत बड़ी बात है, ഇത്ര വലിയ കാര്യമല്ലേ? है ना? हमें मानव प्रभु में उस सिद्ध बनना बहुत जरूरी बात है। അതുകൊണ്ട് ആ തികഞ്ഞ അവസ്ഥയിൽ എത്തണം എന്നുള്ള എത്ര വലിയ കാര്യമാണ്. आपको मालूम है, जब प्रभु यीशु मसीह पहाड़ी उपदेश में कहने के टाइम पर मतलब उस सिद्ध बनने के बारे में इच्छा प्रकट करके बोलता है, मत्ती 5 अध्याय का 48 वचन में, मत्ती 5 अध्याय का 48, മത്തായി സുവിശേഷം 5:48, മാത്യു ചാപ്റ്റർ 5 verse 48 അവിടെ സിദ്ധ അല്ലെങ്കിൽ പെർഫെക്റ്റ് ആകുന്ന വിഷയത്തിൽ കർത്താവ് അവിടെ കാര്യം പറയുന്നത്, इसलिए चाहिए कि तुम सिद्ध बनो, तो इसलिए चाहिए कि तुम सिद्ध बनो जैसा तुम्हारा स्वर्गीय पिता सिद्ध है. तुम्हारा स्वर्गीय पिता जैसे सिद्ध है ऐसा तुम भी सिद्ध बनो. പിന്നെ ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. तो यहाँ पर हम क्या, प्रभु क्या चाहता है? ഇവിടെ കർത്താവ് എന്തോ ആഗ്രഹിക്കുന്നത്? हम सिद्ध बनना, നമ്മൾ സൽഗുണനായി हम सिद्ध बनना, നമ്മൾ സൽഗുണനായി. आज हमारे जीवन में ये सिद्ध बनने का मार्ग प्रभु का वचन को हमारे जीवन में लेकर के उस वचन में बना रह करके उस वचन को मान करके जीवन बिताना. അതുകൊണ്ട് ഇന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഇന്ന് ഈ വചനം നമ്മൾ കേൾക്കുമ്പോൾ ആ വചനത്തെ നമ്മൾ സ്വീകരിക്കുകയും അതിനനുസരിക്കുകയും വചനം എന്ത് പറയുന്നത് അതനുസരിച്ച് അധീനമായി നമ്മൾ ജീവിക്കണം. क्योंकि प्रभु का स्वर्गीय पिता का इच्छा है कि हम सिद्ध बने. കാരണം ഇത് സ്വർഗീയ പിതാവിന്റെ ഹിതമാണ്, ഇച്ഛയാണ് നമ്മൾ പരിപൂർണരാകുകയും. प्रभु हर एक लोगों को अपना इच्छा प्रकट करके देता है. ദൈവം എല്ലാവർക്കും അവന്റെ ഇച്ഛ എന്താണ്, ആഗ്രഹം എന്താണ് വെളിപ്പെടുത്തി തരുന്നുണ്ട്. आपको मालूम है, एक बार एक जवान व्यक्ति
प्रभु यीशु मसीह के पास आया था, एक बार ഒരു പ്രാവശ്യം ഒരു വ്യക്തി കർത്താവിന്റെ സന്നിധിയിൽ വന്നു. अनंत जीवन पाने की बहुत अच्छा इच्छा रख करके आया. നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല ഹൃദയ ആഗ്രഹത്തോടെയാണ് അവൻ വന്നത്. प्रभु की व्यवस्था प्रभु ने बताया. എന്നാൽ കർത്താവിന്റെ പ്രമാണം എന്താണ് കർത്താവ് പറഞ്ഞു കൊടുത്തു. उस समय में उसने कहा कि ये सब मैं बचपन से मानता है. അപ്പൊ വചനം പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ന്യായപ്രമാണം പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, കർത്താവ് ഇതൊക്കെ ഞാൻ ചെറുപ്രായത്തിൽ ഞാൻ ചെയ്തോണ്ടിരിക്കുവാണല്ലോ. तो प्रभु एक कमी उसमें पाया. എന്നാൽ കർത്താവ് പറഞ്ഞു, എന്നാൽ നിന്ന് ഒരു കുറവ് നിന്നിലുണ്ട്. अगर तुम सिद्ध बनना चाहता है, അത് നീ പൂർണ്ണതൻ ആകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, वहां पर वो प्रयोग आया, इसलिए मैं उसको उड़ाकर खाना चाहा. അവിടെ അതേ ശബ്ദമാണ് ഉപയോഗിച്ചിട്ട്, അതുകൊണ്ടാണ് ഞാൻ വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നത്. अगर हमें मसीह में सिद्ध बनने के लिए कोई भी कमी की बात रहेगा तो प्रभु हमको समझाता है. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണരാകാനുള്ള ഏത് വിഷയത്തിൽ ഒരു കുറവ് വരുമ്പോൾ കർത്താവ് അത് കാര്യം വചനം മുഖാന്തരം നമ്മളെ മനസ്സിലാക്കി തരും. मत्ती की सुसमाचार उसके 19 अध्याय के 21 वचन में प्रभु ने वो बात को कहा. മത്തായി സുവിശേഷം 19:21 വാക്യം, മാത്യു 19:21. सबको मिल गया होगा. मत्ती की सुसमाचार उसका 19 अध्याय का 21 वचन. യേശു അവനോട്, സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്ക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിശ്ചയമുണ്ടാവും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. സൽഗുണപൂർണനാകുവാൻ यीशु ने उसे कहा, यदि तू सिद्ध होना चाहता है तो जा, अपना माल बेचकर कंगालों को दे और तुझे स्वर्ग में धन मिलेगा. कितना अनोखी बात है ना. ഇത്ര ശ്രേഷ്ഠ കാര്യമല്ലേ. ये उस व्यक्ति के लिए ये बहुत जरूरी बात था. ഇത് ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് എത്ര ഒത്തിരി ശ്രേഷ്ഠമുള്ള കാര്യമാണ്. इसका मतलब इस बात को आम एक उपदेश करके प्रभु ने नहीं बताया. ഇത് സാധാരണ വലിയ ഉപദേശമായിട്ട് എല്ലാരും ചെയ്യണം ആ രീതിയിലല്ല പറഞ്ഞത്. उस व्यक्ति के अंदर प्रभु से बढ़ करके उनको धन का लोभ था. കാരണം ആ വ്യക്തിന്റെ ഉള്ളിൽ കർത്താവിനെക്കാളും ധനത്തിന്റെ ആഗ്രഹം അവനിൽ ഉണ്ടായിരുന്നു. कई बार कई लोग सिद्ध बनने के लिए ये एक उपदेश के रूप में बताता है, वो बिल्कुल गलत बात है. ചിലവർ എന്താ പറയുന്നത്, ഇതൊരു ഉപദേശ രീതിയായി, നിങ്ങൾ വിശുദ്ധന്മാരാകണമെങ്കിൽ അല്ലെങ്കിൽ സിദ്ധനാണെങ്കിൽ പെർഫെക്റ്റ് ആകണമെങ്കിൽ നിങ്ങൾ എല്ലാം വിൽക്കണം എന്ന് പറഞ്ഞ് ഒരു ഉപദേശ രീതിയിലാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ അത് അങ്ങനെയല്ല. ये सिर्फ उस व्यक्ति के लिए बात था. ഇത് ആ വ്യക്തിക്ക് വേണ്ടി മാത്രമായിരുന്നു. हमारे जीवन में व्यक्तिगत जीवन से भी प्रभु हमसे एक एक बात से जो बात करेगा तो उस पर हमें अमल करने की तैयारी चाहिए. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ വ്യക്തിഗതമായിട്ട് കർത്താവ് നമ്മളോട് ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ അനുസരിച്ച് ജീവിക്കണം എന്നുള്ള വിഷയമാണ് നമ്മൾ നോക്കേണ്ടത്. प्रभु के वचन में पूर्ण रूप में हमें प्रभु यीशु मसीह को प्रदर्शित करके प्रकट करके दिया हुआ है. കാരണം നമ്മുടെ ജീവിതത്തിൽ എല്ലാ വിഷയത്തിലും കർത്താവ് പ്രകടമാക്കി തരുന്ന അവസ്ഥയിലാണ് വെളിപ്പെട്ട് തന്നത്. मतलब परमेश्वर का सारा वचन में यीशु मसीह भरा हुआ है. അതിനർത്ഥം കാരണം ദൈവത്തിന്റെ വചനത്തിൽ, കർത്താവിന്റെ വചനത്തിൽ യേശുക്രിസ്തു പൂർണ്ണ രീതിയിലായിട്ട് പ്രകടമാക്കി കാണിച്ചേക്കുവാണ്. प्रभु पुराना नियम में भी हम देखेगा तो वहां पर सब यीशु मसीह को दिखता है. പഴയ നിയമത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ അവിടെ യേശുക്രിസ്തുവിനാണ് നമ്മൾ കാണുന്നത്. सबको नहीं दिखता. എല്ലാവരും കാണാൻ പറ്റത്തില്ല. जो भी आत्मा में उन्नति पाया वही लोग देख पाए. ആത്മാവിൽ വളർച്ച പ്രാപിച്ചവർക്ക് മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ. हमारे जीवन में हम पुराने नियम की ओर भी देखने के टाइम पर हमें उसमें मसीह मिलता ही क्या. അതുകൊണ്ട് നമ്മൾ ഇന്നും നമ്മൾ പഴയ നിയമത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ക്രിസ്തുവിനെ കാണാൻ പറ്റുമോ? कई लोग पुराने नियम में और बहुत बात देखता है परंतु यीशु मसीह को नहीं देखता, इसलिए वो लोग बोलते हैं कि वो पुराने नियम की जरूरत नहीं, यीशु मसीह की जरूरत नहीं. उस प्रकार के अवस्था बन जाता है. കാരണം ചിലവരെന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലുള്ള അവർ ബാക്കി കാര്യങ്ങൾ കാണും, ക്രിസ്തുവിനെ കാണത്തില്ല. അപ്പൊ പഴയ നിയമമല്ല, അത് ആവശ്യമില്ലാന്ന് പറഞ്ഞുകൊണ്ട് അവർ പറയും. അതിന്റെ അർത്ഥം എന്താ? അവർ ക്രിസ്തുവിനെ വേണ്ടെന്ന് അവർ പറയുന്നത്. കാരണം ക്രിസ്തുവിനെ കണ്ടിട്ടില്ലല്ലോ അവർ. यहाँ पर भी यीशु मसीह हमें चाहिए. എന്താ എവിടൊക്കെ യേശു ക്രിസ്തു ഉണ്ട് ആ ഭാഗം നമുക്ക് വേണം. आपको मालूम है जब लूका का सुसमाचार उसकी 24 अध्याय में 2 बार प्रभु यीशु मसीह पवित्र शास्त्र में मतलब पुराने नियम में प्रभु के बारे में लिखा हुआ बातों के बारे में चेलों को समझाया. ലൂക്കോസ് സുവിശേഷം 24 അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ 2 പ്രാവശ്യം അവിടെ കർത്താവ് എടുത്ത് പറയുന്നത് പഴയ നിയമത്തിൽ അല്ലെങ്കിൽ പഴയ നിയമ പ്രവാചകന്റെ പുസ്തകങ്ങളൊക്കെ എന്നെ പറ്റി എഴുതിയിട്ടുണ്ടെന്ന് കർത്താവ് പറഞ്ഞു. तो यहाँ पर उसका 24 का 27 वचन അവന്റെ 24-27 വാക്യം वहां पर हम पढ़ता है कि मानव प्रभु यीशु मसीह बोलता है, മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. तब उसने मूसा से और सब भविष्य वक्ताओं से आरंभ करके सारे पवित्र शास्त्र में से अपने विषय में लिखी बातों का अर्थ उन्हें समझा दिया. इसका मतलब क्या है कि ഇതിനർത്ഥം എന്താണ്? मतलब मूसा ने, आपको मालूम है उत्पत्ति से 5 किताब मूसा के द्वारा लिखा गया. ഉൽപ്പത്തി തൊട്ട് ആദ്യത്തെ 5 പുസ്തകങ്ങൾ അത് മോശയാണ് എഴുതിയത്. तो उस किताबों में भी किसके बारे में लिखा? ആ പുസ്തകങ്ങളിലും ആരെ പറ്റിയിട്ടാണ് എഴുതിയിരിക്കുന്നത്? मूसा ने प्रभु यीशु मसीह के बारे में लिखा. മോശയാണെങ്കിൽ കർത്താവിനെ പറ്റിയിട്ടാണ് എഴുതിയത്. कितने लोगों को ऐसे देख पाता है? എത്ര പേർക്ക് ഈ രീതിയിൽ കർത്താവിനെ കാണാൻ പറ്റുന്നുണ്ട്? वही बात हमारा प्रभु यीशु मसीह
दोबारा एक बार 6 लोगों को समझाते हुए कहता है ഇതേ കാര്യം കർത്താവ് പിന്നെ അവരോട് മനസ്സിലാക്കി കൊടുക്കുന്നത് तो उसका 44 वचन में അതിന് 44 വാക്യം മോശയുടെ ന്യായ പ്രമാണത്തിലും പ്രവാചകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് അവരോട് പറഞ്ഞു. ആമേൻ. फिर उसने उनसे कहा, ये मेरी बातें हैं जो मैंने तुम्हारे साथ रहते हुए तुमसे कही थी कि अवश्य है कि जितनी बातें मूसा की व्यवस्था और भविष्य वक्ताओं और भजनों की पुस्तक में मेरे विषय में लिखी गई है सब पूरी हो. देखिए यहाँ पर इतना स्पष्ट रीति में प्रभु यीशु मसीह मूसा से लेकर के लिखा हुआ है भजन संगीता के बारे में, भविष्यवक्ताओं के द्वारा लिखा हुआ बातों के बारे में सब बात को अंगीकार किया. प्रभु ने अंगीकार किया वो बातों को हम कैसे इनकार करेगा. അതുകൊണ്ട് പ്രിയപ്പെട്ട ഇവിടെ നമ്മൾ എത്ര സ്പഷ്ടമായിട്ടാണ് നമ്മൾ നോക്കുന്നത്. കർത്താവ് ഇവിടെ പറഞ്ഞ കാര്യം മോശ തൊട്ട് തുടങ്ങിയതുള്ള കാര്യങ്ങളും പ്രവാചകളിൽ എഴുതിയ കാര്യങ്ങളും സങ്കീർത്തനത്തിൽ എഴുതിയ കാര്യങ്ങൾ അത് എന്നെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞ കർത്താവ് അതിനെ സ്വീകരിക്കുക. അത് ശരിയാതെ കർത്താവ് പറയുന്ന കാര്യങ്ങള് നമ്മൾ എങ്ങനെ പറയാൻ പറ്റും അത് നമുക്ക് വേണ്ടാന്ന്. हमें उन भागों का जरूरत नहीं करके कहने में प्रभु का दिल को कितना दुख देगा. അതെ, നമ്മൾ കർത്താവ് സ്വീകരിച്ച കാര്യത്തിന് നമുക്കത് വേണ്ടെന്ന് പറയുന്നത് എത്ര വലിയ ദുഃഖമുള്ള കാര്യമല്ലേ. मतलब यही बात യോഹന്നാൻ का सुसमाचार 5 अध्याय का 46 वचन में भी मतलब इस बात को और एक बार दोहराता है. യോഹന്നാന്റെ സുവിശേഷം 5:46 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ജോൺ 5:46. ये समझने में बहुत मतलब जरूरी बात है. ഈ കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ മോശയെ വിശ്വസിച്ചുവെങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു, അവൻ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. क्योंकि यदि तुम मूसा का विश्वास करते तो मेरा भी विश्वास करते, इसलिए कि उसने मेरे विषय में लिखा है. कितना सुंदर बात है ना. എത്ര നല്ല കാര്യമല്ലേ. उन लोगों को मोशे पर बहुत विश्वास था. അവർക്ക് മോശയിൽ മേളിൽ ഒത്തിരി വിശ്വാസം ഉണ്ടായിരുന്നു. परंतु मोशे लिखा हुआ बातों पर विश्वास नहीं किया. എന്നാൽ മോശ എഴുതിയ മേളിലുള്ള വ്യക്തിന്റെ മേളിൽ അവർക്ക് വിശ്വാസമില്ല. Praise the Lord. ऐसा धोखा कितनी बार पवित्र लोग भी मतलब उनके जीवन में ऐसे धोखे में पड़ जाता है. ഇതേപോലത്തെ ചതി എത്ര പ്രാവശ്യം വിശ്വാസികളുടെ മേളിലും ഈ വഞ്ചന വരുന്നുണ്ട്. प्रियो प्रभु यीशु मसीह का ये दुनिया में आना, जीवन बिताना, मरना, जी उड़ना, स्वर्गारोहण करना, ये सारी बात वचन के आधार में था. കാരണം പ്രിയപ്പെട്ടവരെ കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വരികയും കഷ്ടപ്പെടുകയും മരിക്കുകയും അടക്കപ്പെടുകയും പുനരുദ്ധാനപ്പെടുകയും സ്വർഗത്തിൽ എടുക്കപ്പെടുകയും ഇതെല്ലാം കാര്യങ്ങൾ വചനത്തിൽ എഴുതിയിട്ടുണ്ട്. प्रभु के आगमन की उस अवस्था के बारे में इब्रानियों का पत्र में लिखा है. इब्रानियों का पत्र उसका 10 अध्याय का 7 वचन में हम पढ़ता है. കർത്താവിന്റെ വരവിനെ പറ്റി അവിടെ എബ്രായ ലേഖനം 10:7 വാക്യത്തിൽ ഹീബ്രൂസ് ചാപ്റ്റർ 10:7 അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് അവൻ പറയുന്നു. पिता से पुत्र कहता है, हे पिता मैं आ रहा. पढ़िएगा. तब मैंने कहा, देख मैं आ गया हूँ. देख मैं आ गया हूँ. पवित्र शास्त्र में मेरे विषय में लिखा हुआ है. पवित्र शास्त्र में मेरे बारे में लिखा हुआ है. ताकि हे परमेश्वर तेरी इच्छा पूरी करूं. तेरी इच्छा पूरी करो. देखिए पिता का इच्छा पूरा करने के लिए पुत्र ये दुनिया में आने के विषय में यहाँ पर हम पढ़ता है. അവ പിതാവിന്റെ ഹിതം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് കർത്താവ് യേശുക്രിസ്തു ഇവിടെ പറയുക. प्रियो हमारे जीवन में हमें इस प्रभु का वचन को समझने का बहुत बड़ा जरूरी बात. അതുകൊണ്ട് പ്രിയപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ ഇതേ പ്രകാരമുള്ള വചനങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള കാര്യം എത്ര വലിയ ശ്രേഷ്ഠമുള്ള കാര്യമാണ്. प्रभु का वचन में लिखा हुआ एक भी वचन को, एक भी शब्द को कभी भी तुच्छ नहीं समझना. കർത്താവ് വചനത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരിക്കലും അത് നിസ്സാരമായി നമ്മൾ കാണല്ലേ. इस विषय में अच्छा से गहरा प्रकाश पाने के लिए बहुत प्रार्थना के साथ आत्मा का अधीन होकर के अच्छा सच्चा दिल के साथ हमें ये बात को सुनना चाहिए. കാരണം ഈ വചനത്തിന്റെ ആഴം മനസ്സിലാക്കണം, അതിന്റെ യഥാർത്ഥ സത്യകാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ എപ്പോഴും നമ്മൾ സമർപ്പിക്കണം. अभी मतलब मैं एक कुछ खास बात बाइबल से मैं आपको बताने के लिए जा रहा हूँ. അതുകൊണ്ട് വചനത്തിൽ ഏതെങ്കിലും ചില നല്ല നല്ല ആഴമുള്ള കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. आप लोग बहुत ध्यान से सुनना. അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. उत्पत्ति की किताब में 2 पिताओं को देखते हैं. 2 पिता. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുവാണെങ്കിൽ അവിടെ 2 പിതാവിനെ പറ്റി നമ്മൾ കാണുന്നുണ്ട്. हम साधारण रीति में बोलते हैं कि बाइबल में 2 ही व्यक्ति है. കാരണം സാധാരണ രീതിയിൽ നമ്മൾ ബൈബിളിൽ നോക്കുവാണെങ്കിൽ 2 വ്യക്തികളെ ഉള്ളൂ എന്നാണ് നമ്മൾ കാണുന്നത്. हम लोग ऐसा ये बात कई बार हम लोगों ने कहा है. ഈ വിഷയത്തിൽ നമ്മൾ അനേക പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. आपको याद होगा. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. वो व्यक्ति के बारे में हम 1 कोरिन्थी उसकी 15 अध्याय का 45 में हम पढ़ता है. ആ വിഷയത്തിൽ നമ്മൾ 1 കൊരിന്ത്യർ 15 അധ്യായം അതിന്റെ 45 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ये 2 व्यक्ति के बारे में. 1 Corinthians chapter 15:45 ഈ 2 വ്യക്തികളെ പറ്റി നമ്മൾ വായിക്കാറുണ്ട്. ഓ ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിക്കുന്ന ആത്മാവായി.
यहाँ पर बताए हुआ बातों को भी बड़ा ध्यान देना। ഇവിടെ എഴുതിയിരിക്കുന്ന വാക്കുകൾ ശബ്ദങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. पहला कुरिन्दी 15 अध्याय का 45 वचन। 1 कोरिन्थियर 15:45. ऐसा ही लिखा भी है कि प्रथम मनुष्य अर्थात आदम जीवित प्राणी बना और अंतिम आदम जीवनदायक आत्मा बना। देखिए, प्रथम मनुष्य आदाम, ആദ്യ മനുഷ്യനായ ആദാം, और अंतिम आदाम, എന്നിട്ട് അന്തമായ ആദാം, ഒടുക്കത്തെ ആദാം. ये दोनों बात याद रखना. ഈ രണ്ട് കാര്യങ്ങൾ രണ്ട് വ്യക്തികളെ ഓർമ്മ വെക്കണേ. सारे मानव कुल ये दो व्यक्ति के अंदर है. ഈ സാര മനുഷ്യ ജാതി എന്ന് പറഞ്ഞ ഇതിന്റെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കുകയാണ്. Praise the Lord. Amen. परंतु यहाँ पर मैं एक विषय उत्पत्ति की किताब में आपको नोटिस कराना चाहता हूँ. അതേപോലെ തന്നെ ഉൽപ്പത്തിയിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. मतलब उत्पत्ति में दो पिता है. ഉൽപ്പത്തിയിൽ രണ്ട് പിതാവുണ്ട്. वो कौन कौन है? അതാരാണ്? एक जो वंश में, सृष्टि के वंश में आने वाला पिता आदम. ഒരെണ്ണം നമ്മൾ സൃഷ്ടിയുടെ വംശത്തിൽ വരുന്ന ആയ മനുഷ്യന്റെ സൃഷ്ടിയിൽ വരുന്നത് അതാണ് ആദാം. दूसरा बुलाहट के पिता खाने वाला अब्राहम. രണ്ടാമത് നമുക്ക് നോക്ക്, വിളിക്കപ്പെട്ട ഒരു കൂട്ടത്തിന്റെ പിതാവാണ് അബ്രഹാം. बहुत ध्यान देना. ശ്രദ്ധിക്കണേ. आपको एक और बताता हूँ. ഞാൻ പിന്നെയും പറയാം. मतलब जो इस दुनिया में मानव जाति की सृष्टि की पिता करके पहला आदम. നമ്മൾ ഈ ലോകത്തിൽ സൃഷ്ടിയിൽ നിന്ന് ഉളവായ സകല ജാതിയുടെ മനുഷ്യന്റെ പിതാവാണ് ആദാം. परंतु बुलाहट पाए हुए लोगों में पिता है अब्राहम. എന്നാൽ വിളിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉള്ളവരുടെ പിതാവാണ് അബ്രഹാം. आज मैं सृष्टि किया हुआ पिता में है या बुलाहट पाया हुआ पिता में है, ये बात को हरेक विश्वासी को जांच कर जानना. അതുകൊണ്ട് ഇത് മനുഷ്യന്മാർ ഇത് നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഞാൻ ആ സൃഷ്ടിയിൽ അടപ്പെട്ട ആ ആദാമാണോ എന്റെ പിതാവ്, അല്ലെങ്കിൽ വിളിക്കപ്പെട്ട കൂട്ടത്തിൽ അബ്രഹാമാണോ എന്റെ പിതാവ്? समझ में आया? രണ്ടിന്റെ വ്യത്യാസം മനസ്സിലായോ? बहुत अंदर है, दिन रात का फर्क है. രണ്ടിലും പകലും രാത്രിയുള്ള വ്യത്യാസമുണ്ട്. अगर मैं सृष्टि के पिता के अंदर अभी भी है, ഞാൻ ഇപ്പോഴും സൃഷ്ടിയായ പിതാവായ ആദാമിന്റെ ഉള്ളിലാണെങ്കിൽ तो फिर मैं मृत्यु में जाएगा. ഞാൻ എന്റെ അന്ത്യം മരണമായിരിക്കും. मीन्स मैं नरक में जाएगा. അതിന്റെ അർത്ഥം പറയാൻ ഉദ്ദേശിക്കുന്നത് അത് നരകത്തിൽ ഞാൻ പോകും. ये डेंजर बात है. ഇത് ഒത്തിരി ഡേഞ്ചർ ഉള്ള കാര്യമാണ്. आपको मालूम है पहला कुरिन्थी उसका 15 अध्याय का 22 वचन में 1 कोरिन्थियर 15:22 വാക്യം, 1 Corinthians chapter 15:22, ആദാമിൽ എല്ലാവരും മരിക്കുന്നു. और जैसे आदम में सब मरते हैं, आदम में सब मरते हैं. ആദാമിൽ എല്ലാവരും മരിക്കുന്നു. इसका मतलब हमें आदम में नहीं रहने का. അതുകൊണ്ട് നമുക്ക് ആദാമിൽ നമ്മൾ ആകല്ലേ. हमें बुलाहट मिला है तो बुलाहट पाया हुआ उस श्रेणी में या उस पीढ़ी में आना चाहिए. കാരണം നമുക്ക് വിളി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വിളിയുടെ പിതാവായ അബ്രഹാമിന്റെ ആ വംശാവലിയിലാണ് നമ്മൾ എണ്ണപ്പെടേണ്ടത്. इसी कारण मतलब पत्रोस कहता है, दूसरा पत्रोस पहला अध्याय का 10 वचन में, 2 പത്രോസ് 1:10 നമ്മൾ വായിക്കുമ്പോൾ 2 Peter chapter 1:10, बहुत प्रार्थना के साथ इस विषयों को सुनना. നിങ്ങൾ പ്രാർത്ഥനാപൂർവ്വം നമ്മൾ ഈ വചനത്തെ വിഷയത്തെ നിങ്ങൾ കേൾക്കണേ. मतलब दूसरा पत्रोस पहला अध्याय का 10 वचन. 2 പത്രോസ് 1:10. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിൻ. इस कारण हे भाइयों, अपने बुलाए जाने और चुन लिए जानों को सिद्ध करने की भली भांति यत्न करते जाओ, क्योंकि यदि ऐसा करोगे तो कभी ठोकर न खाओगे. देखा, आज भी बहुत लोग अपने बुलाहट के बारे में, अपनी चुनौती के बारे में नहीं समझते. ഇത് അനേകർ അവർക്ക് വിളിക്കപ്പെട്ടതും അവർക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അവസ്ഥ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല അവർ. हमें ये जानना जरूरी है. എന്നാൽ ഈ കാര്യം നമ്മൾ അറിയണം. हर एक लोग आज मैं मतलब बुलाहट पाया है तो मैं मसीह में है. അതുകൊണ്ട് ഞാൻ ഇത് വിളിക്കപ്പെട്ടവരാണെങ്കിൽ ഞാൻ ക്രിസ്തുവിലാണ്. अगर मेरा प्रभु का बुलावा नहीं हुआ, प्रभु ने मुझको अगर नहीं चुना, मैं किसी कारण मसीह में नहीं बन सकता. അപ്പൊ ഞാൻ വിളിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, വിളിക്കപ്പെട്ടവന്റെ അവകാശത്തിൽ ആ കൂട്ടൽ അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ക്രിസ്തുവിലാകാൻ പറ്റത്തില്ല. वो बहुत गौरव की बात है. അത് ഒത്തിരി ആഴമായുള്ള കാര്യമാണ്. एक व्यक्ति को प्रभु का बुलावा मिलेगा, प्रभु का चुनौती मिलेगा, तभी हम मसीह में बन सकता है. കാരണം ഒരു വ്യക്തിക്ക് കർത്താവിന്റെ വിളി കിട്ടി കഴിഞ്ഞാലേ അവൻ ക്രിസ്തുവിലാകാൻ പറ്റുള്ളൂ. ऐसा लोग फिर अब्राहम के वंश में आ गए. ഈ പ്രകാരമുള്ള വിളിക്കപ്പെട്ട കൂട്ടർ പറഞ്ഞ അവർ അബ്രഹാമിന്റെ വംശാവലിയിൽ വന്നിരിക്കുകയാണ്. उन लोगों का पिता अब्राहम है. അവരുടെ പിതാവ് അബ്രഹാമാണ്. क्योंकि अब्राहम विश्वासियों का पिता कहा जाता है. കാരണം നമുക്ക് അറിയാലോ അബ്രഹാം എന്ന് പറഞ്ഞ വിശ്വാസികളുടെ പിതാവാണ്. हम एक दो वचन उसके लिए पढ़ेंगे. അതിനു വേണ്ടിട്ട് നമുക്ക് 1-2 വാക്യങ്ങൾ വായിക്കാം. गलातियों का पत्री 3 अध्याय का 7 वचन. ഗലാത്യ ലേഖനം 3:7, Galatians 3:7. അബ്രഹാം അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ എന്ന് അറിയുവിൻ.
अतः ये जान लो कि जो विश्वास करने वाले हैं वे ही अब्राहम की संतान हैं। देखा, तुम्हारा प्रभु यीशु पर विश्वास करने वाले लोग ही अब्राहम की संतान है। അങ്ങനെ നിങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നവർ മാത്രമേ അബ്രഹാമിന്റെ മക്കളാണ്. Praise the Lord. इसका मतलब हमें प्रभु यीशु मसीह में विश्वास करके विश्वास के द्वारा मिलने वाला उस उद्धार का अनुभव में चलता है तो हम अब्राहम की संतान है करके वचन करता है। അതിന്റെ അർത്ഥം നമ്മൾ വിശ്വാസം മുഖാന്തരം നമ്മൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ അനുഭവത്തിൽ നടക്കുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ അബ്രഹാമിന്റെ മക്കളായി നമ്മൾ വിളിക്കപ്പെടും. अगर हम अब्राहम की संतान कहलाता है तो हम मसीह में है, इसका बात में कोई संदेह नहीं। നമ്മൾ അബ്രഹാമിന്റെ മക്കളാണെന്ന് നമ്മൾ വിളിക്കപ്പെടുവാണെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ഒരു സംശയമില്ല, നമ്മൾ ക്രിസ്തുവിലാണ്. Praise the Lord. वो भी बात को आपको संदेह के बिना आपको समझ में आने के लिए उसी का 29 वचन पढ़ना। നമ്മൾ ആ വിഷയത്തിൽ നമുക്ക് ഒരു സന്ദേഹം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ തന്നെ 29 വാക്യം ഗലേഷ്യൻസ് ചാപ്റ്റർ 3:29 सबको मिला ना, गलतियों 3 अध्याय उसकी 29 वचन में लिखा है, ക്രിസ്തുവിനുള്ളവർ എങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളുമാകുന്നു. और यदि तुम मसीह के हो तो अब्राहम के वंश और प्रतिज्ञा के अनुसार वारिस भी हो। क्या अनोखा बात है प्रियो। ഓ എത്ര ശ്രേഷ്ഠമുള്ള കാര്യമല്ലേ. हम सच्चा अब्राहम की संतान होकर के अब्राहम को दिया हुआ सारी वायदाओं का हम बारिश बन जाता है। അതോടെ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ അബ്രഹാമിന്റെ വംശാവലി നമ്മൾ വരികയും ചെയ്യുവാണ്. അബ്രഹാമായിട്ട് എന്ത് ഉടമ്പടി ചെയ്തു അതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ അവകാശികളാണ്. ये सब जानना कितना अच्छी बात है। ഇതെല്ലാം കാര്യം അറിയുന്നത് തന്നെ എത്ര നല്ല കാര്യമല്ലേ. प्रभु ने कैसा कैसा हमारा योजना बनाया। കാരണം കർത്താവ് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് വേണ്ടി കാര്യങ്ങൾ ഒരുക്കി വെച്ചത്. उत्पत्ति के किताब से लेकर के अगर हम आत्मा में पढ़ेगा तो कितना बड़ा प्रकाश प्रभु हमें देता है। കാരണം ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വാക്യങ്ങൾ നമ്മൾ ആഴമായിട്ട് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അതിൽ എത്ര വെളിപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ വെളിച്ചങ്ങൾ പ്രകാശങ്ങൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. प्रियो, मैं आपको बताना चाहता हूँ, आप बहुत प्रार्थना के साथ उत्पत्ति से ही मतलब बाइबल को अच्छे ध्यान से पढ़ना चाहिए। അതുകൊണ്ട് ഞാൻ ഇപ്പൊ പ്രാർത്ഥനാപൂർവ്വമായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും ഉൽപ്പത്തി തൊട്ട് ആ വചനം വായിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. जब हम उत्पत्ति की किताब उसकी पहला अध्याय का 1-2 वचन हम पढ़ता है, ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ 1-2 വാക്യം വായിക്കുമ്പോൾ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചു. ഭൂമി പാടായും ശൂന്യമായും ഇരുന്നു. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. आदि में परमेश्वर ने आकाश और पृथ्वी की सृष्टि की। पृथ्वी बेडौल और सुनसान पड़ी थी और गहरे जल के ऊपर अंधियारा था तथा परमेश्वर का आत्मा जल के ऊपर मंडलाता था। देखिए, यहाँ पर ये वचनों को पढ़ने के समय में एक बात आपको बताना चाहता हूँ, सादा रीति में पढ़ेगा तो कुछ भी नहीं दिखाई देगा। നമ്മൾ ഈ വചനത്തെ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ വായിക്കുവാണെങ്കിൽ നമുക്കൊന്നും മനസ്സിലാകത്തില്ല. परमेश्वर ने पहले सृष्टि किया, ദൈവം അത് സൃഷ്ടിച്ചു, इसके बाद में प्रभु ने बनाया। എന്നിട്ടാണ് കർത്താവ് ഉണ്ടാക്കിയത്. Praise the Lord. सृष्टि करना बनाना इसमें बहुत अंतर है। സൃഷ്ടിക്കുന്നതും ഉണ്ടാക്കുന്നതിലും രണ്ടിലും വ്യത്യാസമുണ്ട്. मनुष्य कोई बात को सृष्टि नहीं कर सकता। മനുഷ്യൻ ഒരു കാരണവശാലും വേറെ കാര്യത്തിന് സൃഷ്ടിക്കാൻ പറ്റത്തില്ല. सिर्फ सृष्टि करने वाला सिर्फ परमेश्वर है। സൃഷ്ടികർത്താവ് എന്ന് പറഞ്ഞത് ദൈവം മാത്രമേ ഉള്ളൂ. ദൈവം മാത്രമേ സൃഷ്ടിക്കാൻ പറ്റുള്ളൂ. परमेश्वर जो कुछ भी नहीं उसमें एक शब्द बोलेगा तो जो है वैसा बना सकता है। കർത്താവ് എന്ന് പറഞ്ഞ ഒന്നുമില്ലായ്മയിൽ നിന്ന് അതിന് സംസാരിച്ചാൽ അത് ഉണ്ടാകുന്ന രീതിയിൽ അത് വരും. मनुष्य जो है उससे एक नया चीज बना सकता है। മനുഷ്യൻ എന്ന് പറഞ്ഞ ഏത് കാര്യങ്ങൾ അസ്തിത്വമായിട്ട് ഉണ്ടോ ആ ഉള്ളതിൽ നിന്ന് പുതിയ കാര്യം വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും. वो मनुष्य सिर्फ ऐसा बना सकता है। മനുഷ്യൻ വരുമ്പോൾ അത് ഉണ്ടാക്കാനേ പറ്റത്തുള്ളൂ. परंतु मनुष्य कभी सृष्टि नहीं कर सकता। മനുഷ്യൻ ഒരിക്കലും സൃഷ്ടിക്കാൻ പറ്റത്തില്ല. सृष्टि करने वाला परमेश्वर है। സൃഷ്ടിക്കുന്നത് ദൈവമാണ്. आप देखिए, अभी यहाँ पर हम देखते हैं कि ये सारा सृष्टि कौन किया। അതുകൊണ്ട് നമുക്ക് നമ്മൾ കാണുന്നതെല്ലാം സൃഷ്ടിച്ചത് ആരാണ്? यहाँ पर वचन कहता है, വചനം പറയുന്നത് वापस एक बार पढ़ेगा, 1-2 वचन। आदि में परमेश्वर ने आकाश और पृथ्वी की सृष्टि की। देखिए, आदि में परमेश्वर ने आकाश और पृथ्वी का सृष्टि किया। ആദിയിൽ ദൈവം ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചു. ये शब्दों को हमें जानना कितना अच्छी बात है। ഈ കാര്യങ്ങൾ അറിയുന്നത് തന്നെ എത്ര നല്ല കാര്യമല്ലേ. है ना, ये सृष्टि की आरंभ की बात है। ഇതാണത് സൃഷ്ടിയുടെ തുടക്കത്തിന്റെ കാര്യങ്ങളാണ്. परंतु ये आदि का शब्द में और एक वचन हम देखता है। എന്നാൽ ഇതേ തുടക്കത്തിൽ ആദിയിൽ വേറെ ഒരു കാര്യം നമ്മൾ കാണുന്നത്. वो कौन सा है? അതെന്താണ്? യൗവന का सुसमाचार पहला अध्याय का पहला वचन आपको याद होगा। യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ ഈ ആദിയുള്ള വിഷയം നമ്മൾ വായിക്കാറുണ്ട്. आदि में वचन था, ആദ്യം വചനം ഉണ്ടായിരുന്നു. वचन परमेश्वर के साथ था, വചനം കർത്താവ് ദൈവത്തിന്റെ കൂടെയായിരുന്നു. और वचन परमेश्वर था. ആ വചനം ദൈവമായിരുന്നു. मतलब आदि में
वचन था। ആദിയിൽ വചനം ഉണ്ടായിരുന്നു. वचन हुआ ऐसे नहीं। വചനം ഉണ്ടായി വന്നു എന്നല്ല. अभी आप बोलो ये आदि में कौन सा आदि पहले का आदि? ഈ ആദിയിൽ നമ്മൾ വായിക്കുമ്പോൾ ഉൽപ്പത്തി 1:1 നമ്മൾ ആദി നമ്മൾ വായിച്ചു. യോഹന്നാന്റെ സുവിശേഷം 1:1 ആദിയിൽ വായിച്ചു. ഇതിൽ ഏത് ആദിയാണ് ആദ്യം വരുന്നത്? आप में से आपको ऐसे सवाल आएगा तो आप उत्तर देंगे? ഇതേപോലെ ചോദ്യങ്ങൾ നിങ്ങളോട് സന്നിധിയിൽ വന്നാൽ നിങ്ങൾ അതിന് ഉത്തരം തരാൻ പറ്റുമോ? मुझे लगता है कि जरूर आप बोलेगा। ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് തരാൻ പറ്റുന്നതാണ്. क्योंकि आप में से बहुत लोग इस बात को इससे पहले भी एक बार सुना है, കാരണം ഈ വിഷയം ഇതിന് മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. लेकिन बहुत लोगों को वो बात याद नहीं रहेगा। ചിലവർക്ക് ആ കാര്യങ്ങൾ ഓർമ്മയില്ലായിരിക്കും. शायद ये दोनों एक प्रकार है करके आप सोचा होगा। ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചാണെങ്കിൽ രണ്ടും ആദ്യം ഒരേ പ്രകാരം സമാനമാണെന്നാണ് വിചാരിക്കുന്നത്. नहीं, ऐसा नहीं। എന്നാൽ അങ്ങനെയല്ല. ये दोनों आदि में बहुत फर्क है, वो फर्क का कोई सीमा नहीं। ഈ രണ്ട് ആദിയിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അതിൽ നിന്ന് നമുക്ക് തുലനം ചെയ്യാൻ പറ്റത്തില്ല. യോഹन्ना में जो बोला हुआ जो आदि है वो अनाद काल का आदि है। मतलब उसका आदि का मतलब क्या है कि उसको वो अनाद काल का है, उसका शुरुआत नहीं। കാരണം യോഹന്നാന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ ആദിയിൽ വചനം ഉണ്ടായത്. ആ ആദി എന്ന് പറയുന്നത് അത് ഏറ്റവും തുടക്കമുള്ള കാര്യമാണ്. അത് ആദിയിലാണ്, നിത്യതയുടെ തുടക്കമാണ്. അതിൽ തുടങ്ങാൻ നമുക്ക് അത് പറയാൻ പറ്റത്തില്ല. शुरुआत नहीं उसका, അതിന് തുടക്കമില്ല. वो बात है। അതാണ് അതിന്റെ പ്രത്യേകത. वो परमेश्वर की आदि की बात। കാരണം അത് ദൈവത്തിന്റെ ആദ്യമാണ്. मतलब उस आदि बोलेगा तो उस प्रकार का एक आदि का शुरुआत नहीं। ഈ ആദി, ഈ ദൈവത്തിന്റെ ആദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദിന് തുടക്കമില്ല. परंतु यहाँ पर जो उत्पत्ति में बना वो बात सृष्टि की जो आदि है वो समय की आरंभ है। അവിടെ നമ്മൾ ഉൽപ്പത്തിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ആദിയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അത് സൃഷ്ടികളുടെ കാര്യത്തിലുള്ള തുടക്കവും അതിന്റെ ആദിത്വമാണ്. ये बात में बहुत अंतर है। मतलब उसको अपन किसी प्रकार भी मतलब उसको समझना तक थोड़ा सीमा से बाहर की बात। അപ്പൊ ഇത് പറഞ്ഞത് ഒത്തിരി ആഴമുള്ള കാര്യമാണ്. അത് മനസ്സിലാക്കാൻ തന്നെ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടാവും. फिर भी आप इस दो पॉइंट को समझ लिया होगा। എന്നാലും നിങ്ങൾ ഈ രണ്ട് പോയിന്റ്സിനെ മനസ്സിലാക്കി ഞാൻ വിശ്വസിക്കുന്നു. ये दोनों आदि में യോഹന്നാൻ में बताया हुआ आदि वो मतलब समय का पहले का अनादिकाल का वो आदि है, उसका शुरुआत नहीं है। അപ്പൊ യോഹന്നാന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ആദി എന്ന് പറയുമ്പോൾ അത് സമയം ഉണ്ടാകുന്ന മുമ്പേക്കാളും നിത്യതയുടെ തുടക്കത്തുള്ള അവസ്ഥയാണ്. അതിന് തുടക്കം അങ്ങനെ നമ്മൾ മനുഷ്യന്മാര് തുടക്കം എപ്പോഴാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. वो आदि में वचन था। ആ ആദിയിൽ വചനം ഉണ്ടായിരുന്നു. वो आदि में वचन हुआ ऐसे नहीं। ആ ആദിയിൽ വചനം ഉളവായി വന്നു, അതിൽ വചനം വന്നു അങ്ങനെയല്ല, അവിടെ വചനം ഉണ്ടായിരുന്നു. परमेश्वर का वो अस्तित्व वचन को है। കാരണം ദൈവത്തിന്റെ ആ സമയത്തുള്ള അസ്തിത്വം അല്ലെങ്കിൽ ദൈവം അവിടെ ആ സമയത്തുണ്ടായിരുന്നു. मतलब परमेश्वर के हमारा अस्तित्व का बारे में उसको कभी भी कोई मतलब वो अनादिकाल से हमेशा एक सा है। കാരണം ദൈവത്തിന്റെ വിഷയത്തിൽ പറഞ്ഞ അവന് തുടക്കം എന്ന് പറഞ്ഞ അവന് ഒരിക്കലും മാറ്റമില്ല. അവൻ നിത്യതയിൽ തൊട്ട് അവൻ തുടക്കത്തിൽ ആരംഭത്തിൽ തന്നെ അവനുണ്ട്. അവന് തുടക്കം അങ്ങനെ ഇല്ല. ये बात पर बहुत गौर देना। ഈ കാര്യത്തിൽ നമ്മൾ ശരിക്കും ശ്രദ്ധ വെക്കണേ. जब सृष्टि हुआ, എന്നാൽ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ सृष्टि का एक समय है। അത് സൃഷ്ടി ചെയ്യുമ്പോൾ അതിനൊരു സമയമുണ്ട്. वो समय में मानव एक सीमा है। ആ സമയത്തിന് ഒരു തുടക്കമുണ്ട്. तो अभी ये सृष्टि कौन किया? ഇതാണ് സൃഷ്ടിച്ചേ. ये सृष्टि सब हम देखेगा, अगर बाइबल देखेगा तो ये प्रभु मतलब पुत्र ने किया या यीशु मसीह के द्वारा हुआ और वचन के द्वारा हुआ। ഇത് നമ്മൾ വായിക്കുമ്പോൾ ഇത് പുത്രൻ ചെയ്തു, പുത്രൻ മുഖാന്തരം ചെയ്തു, വചനത്താലായി. तो अभी एक बात मैं आपको बताना चाहता हूँ। അതിൽ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, पुत्र बोले वचन बोले दोनों एक ही बात है। പുത്രൻ പറഞ്ഞു വചനം പറഞ്ഞു രണ്ടും ഒന്നാണ്. इसमें भी आपको संदेह नहीं होना। ഈ വിഷയത്തിൽ നിങ്ങൾക്കൊന്നും ഡൗട്ട് ഉണ്ടാകില്ലേ? तो मैं एक दो बात आपको समझने के लिए बताता हूँ। കാര്യം മനസ്സിലാക്കാൻ വേണ്ടി 1-2 വാക്യങ്ങൾ വായിക്കുന്നു. हमारे में कोई भी कार्य जब प्रभु कहता है तो त्रिएक परमेश्वर साथ में है। നമുക്ക് ഒരു കാര്യം മനസ്സിലാവും, എന്തെങ്കിലും കാര്യങ്ങൾ ദൈവം പറയുമ്പോൾ അത് ത്രിയേക പരമേശ്വരൻ അതിൽ ഒന്നായിട്ടുണ്ട്. क्योंकि प्रभु कभी भी अलग अलग नहीं हो सकता। കാരണം ദൈവം ഒരിക്കലും അവർ മാറി നിൽക്കാൻ പറ്റുന്ന മാറ്റാൻ പറ്റത്തില്ല ദൈവത്തെ. लेकिन अभी हम यहाँ पर देखता है ഇവിടെ നമ്മൾ നോക്കുന്നത് ये सारा सृष्टि पुत्र के द्वारा हुआ। ഇതെല്ലാം സൃഷ്ടികൾ പുത്രൻ മുഖാന്തരം ഉളവായി. तो जब हम कोलोसियों का पत्री उसकी पहला अध्याय കൊലോസ്യർ ലേഖനം അതിന് 1-ാം അധ്യായം Colossians chapter 1 उसका 15-16 वचन पढ़ेंगे। അതിന് 15-16 15-16 वहां पर हम क्या पढ़ता है? അവിടെ നമ്മൾ എന്തോ വായിക്കുന്നത്, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദിജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടും അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. बहुत अच्छा रीति में अब हिंदी में पढ़िएगा।
वह तो अदृश्य परमेश्वर का प्रतिरूप और सारी सृष्टि में पहलौटा है, क्योंकि उसी में सारी वस्तुओं की सृष्टि हुई, स्वर्ग की हो अथवा पृथ्वी की, देखी या अनदेखी, क्या सिंहासन, क्या प्रभुताएं, क्या प्रधानताएं, क्या अधिकार, सारी वस्तुएं उसी के द्वारा और उसी के लिए सृजी गई है। एक इसके बारे में लिखा, ഇത് ആരെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്? ये पुत्र के बारे में लिखा, പുത്രനെ പറ്റിയിട്ടാണ് എഴുതിയിരിക്കുന്നത്. ये प्रभु यीशु मसीह के बारे ഇത് में लिखा। കർത്താവ് യേശു ക്രിസ്തുവിനെ പറ്റിയിട്ടാണ്. तो प्रभु यीशु मसीह के द्वारा ये सारा सृष्टि हुआ. അപ്പൊ കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം സകല സൃഷ്ടി ഉളവായി. मानो दृश्यमाയത് जो दिखता है, जो नहीं दिखता, सारी सृष्टि, ദൃശ്യമായതും അദൃശ്യമായതും കാണാൻ പറ്റതും കാണാൻ പറ്റാത്ത എല്ലാ കാര്യങ്ങളും, जो स्वर्ग में हो, पृथ्वी में हो, कहीं भी हो, അത് സ്വർഗത്തിലായിക്കോട്ടെ ഭൂമിയിലായിക്കോട്ടെ ഏത് ലോകത്തിലും ആയിക്കോട്ടെ, ये सब प्रभु यीशु मसीह के द्वारा सृजा गया और प्रभु यीशु मसीह के लिए सृजा गया. ഇതെല്ലാം പുത്രൻ മുഖാന്തരം യേശു ക്രിസ്തു മുഖാന്തരം ഉളവായി കർത്താവിന് വേണ്ടിയിട്ട് സൃഷ്ടിക്കപ്പെട്ടു. हम इब्रानियों का पत्र उसकी पहला अध्याय का दूसरा वचन की आखिरी भाग में अगर पढ़ेगा तो, എബ്രായ ലേഖനം 1:2 അവസാനം നമ്മൾ വായിക്കുമ്പോൾ ഹീബ്രൂസ് ചാപ്റ്റർ 1:2, इब्रानियों का पत्र पहला अध्याय उसका दूसरा वचन की आखिरी भाग, എബ്രായ ലേഖനം ഹീബ്രൂസ് ചാപ്റ്റർ 1:2 ലാസ്റ്റ് പാർട്ട്. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി, താൻ സകലത്തിലും താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു, അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. और उसी के द्वारा उसने सारी सृष्टि की रचना की है. उसके द्वारा मतलब प्रभु यीशु मसीह के द्वारा सारा सृष्टि की रचना किया है. അവൻ മുഖാന്തരം സകല ലോകം ഉളവായി. Praise the Lord. ठीक, इसका मतलब इसके द्वारा ये बनाया गया. ഇത് ആര് മുഖാന്തരം ആയതാണ്? प्रभु यीशु मसीह के द्वारा, കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം, पुत्र के द्वारा, പുത്ര മുഖാന്തരം. अब ये सारे बात का हमारा ज्ञान हम नए नियम में भी देखा, पुराने नियम में भी. तो इस बात को हम और भी थोड़ा गहराई में देखेंगे. ഇതെല്ലാം കാര്യങ്ങൾ നമ്മൾ പഴയ ദൈവത്തിൽ നമ്മൾ കണ്ടു, പുതിയ ദൈവത്തിലും കണ്ടു. ഇനി ഇച്ചിരി ആഴത്തിൽ നമ്മൾ പ്രവേശിക്കുവാണ്. जब इब्रानियों का पत्र 11 अध्याय का 3 वचन में, എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിൽ, ഈ കാണുന്നത് ലോകത്തിന്റെ ദൃശ്യമായതല്ല, കാരണം എന്ന് പെരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. 11-ാണ്. इब्रानियों 11 का 3. ഓക്കെ, സോറി, എബ്രായ പുസ്തകം എബ്രായ ലേഖനം 11-ന്റെ 3-ാം വാക്യത്തിലാണ്. विश्वास ही से हम जानते हैं कि सारी सृष्टि की रचना परमेश्वर के वचन के द्वारा हुई है. देखिए अभी यहाँ पर वचन क्या बोलता है? ഇവിടെ വചനം എന്താ പറയുന്നത്? सारे सृष्टि की रचना वचन के द्वारा हुआ. സകല ലോകം ദൈവത്തിന്റെ വചന മുഖാന്തരമാണ് സൃഷ്ടിക്കപ്പെട്ടത്. अभी आपको मालूम है जब യോഹന്നാൻ सुसमाचार लिखता है, നമുക്കറിയാലോ യോഹന്നാൻ സുവിശേഷം എഴുതുമ്പോൾ उस समय में इस सृष्टि के बारे में बहुत व्यक्त चित्र देता है. ആ സമയത്ത് സൃഷ്ടിയെ പറ്റിയിട്ടുള്ള നല്ല സ്പഷ്ടമായ ചിത്രം നമ്മൾ കാണുന്നുണ്ട്. आप थोड़ा ध्यान से देखिएगा, ശ്രദ്ധിച്ചു നോക്കണേ. इसी विषय कोई संदेह ना होते हुए, है ना, हमारा प्रभु यीशु मसीह वो सृष्टिकर्ता महान परमेश्वर है. ഈ വിഷയത്തിൽ നമ്മൾ ഒരിക്കലും ഒരു സന്ദേഹം ഇല്ലാതെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കർത്താവ് യേശു ക്രിസ്തു ഏകമാത്ര സൃഷ്ടികർത്താവാണ്. उत्पत्ति से हम इन बातों को देखता है. ഉൽപ്പത്തി തൊട്ട് നമ്മൾ ഈ കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട്. अभी യോഹന്നാൻ का सुसमाचार उसके पहला अध्याय 1 से 3, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1 തൊട്ട് 3 വരെ कितना सरल रूप में लिखा. എത്ര സ്പഷ്ടമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. अभी अधिकतर मैं हिंदी में ही पढ़ाऊंगा. ഇനി കൂടുതലായിട്ട് ഞാൻ ഹിന്ദിയിലെ വായിപ്പിക്കുന്നുള്ളൂ. आदि में वचन था और वचन परमेश्वर के साथ था और वचन परमेश्वर था. यही आदि में परमेश्वर के साथ था. सब कुछ उसी के द्वारा उत्पन्न हुआ. किसके द्वारा? എല്ലാം ആർ മുഖാന്തരമാണ് ഉളവായത്? वचन के द्वारा. വചന മുഖാന്തരം. ये वचन की विशेषता यहाँ पर कहता है. ഇവിടെ വചനത്തിന്റെ പ്രത്യേകത പറഞ്ഞിരിക്കുകയാണ്. सारे बात उस वचन के द्वारा उत्पन्न हुआ. എല്ലാ കാര്യങ്ങൾ വചന മുഖാന്തരം ഉൽപ്പന്നനായി. और जो कुछ उत्पन्न हुआ है उसमें से कोई भी वस्तु उसके बिना उत्पन्न नहीं हुई. मतलब वचन के बिना कोई भी वस्तु उत्पन्न नहीं हुआ. വചനമില്ലാതെ ഈ നമ്മൾ കാണുന്നതിൽ ഒരു കാര്യത്തിലും ഉൽപ്പന്നം ആകുന്ന എല്ലാ കാര്യങ്ങളും വചന മുഖാന്തരമായത്. ഒന്നും അങ്ങനെ ഇല്ല. വചനമില്ലാതെ ഉളവായത് ഒന്നുമില്ല. कितना अच्छा प्रकाश है. എത്ര നല്ല വെളിച്ചമല്ലേ അത്. वही वचन आज आप सुनते हो. അവൻ ഈ വചനത്തിനല്ല നിങ്ങൾ ഇത് കേൾക്കുന്നത്. प्रियो, ये वचन कितना महान कार्य हमारे जीवन में कर सकता है करके आपको इस ज्ञान मिलने से आपका दिल और भी खुल जाएगा. അവൻ ഈ വചനം എത്ര അത്ഭുത കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നമ്മൾ ചെയ്യാൻ പറ്റുന്നുള്ള അവസ്ഥ ഈ കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൃദയം ഇനി തുറക്കപ്പെടും. इस वचन के द्वारा ये सब सृष्टि किया गया उसका बारे में दूसरा पत्रोस उसकी 3 अध्याय का 5 वचन पढ़ेंगे. നമ്മൾ 2 പത്രോസ് 3:5 നമ്മൾ വായിക്കുമ്പോൾ 2 Peter 3:5 ഈ സകല സൃഷ്ടികൾ വചനത്താൽ ഉളവായത് നമുക്ക് വായിക്കാൻ പറ്റും.
वे तो जानबूझकर ये भूल गए हाँ। कि परमेश्वर के वचन के द्वारा हाँ। आकाश प्राचीन काल से विद्यमान में है हाँ। और पृथ्वी भी जल में से बड़ी और जल में स्थिर है। हाँ, देखिए वचन के द्वारा प्रभु ने इस बात को सृष्टि किया करके लिखा। വചനം മുഖാന്തരം ദൈവം ഇതെല്ലാം സൃഷ്ടിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. Praise the Lord. ये Praise the Lord. वचन प्रभु जैसे कहा वैसा हो जाता। കർത്താവ് എന്തോ പറഞ്ഞു അത് അങ്ങനെയായി. अब एक और वचन पढ़िएगा, ഒരു വചനം കൂടെ 33 वचन संगीता का 9 वचन 33 സങ്കീർത്തനത്തിന്റെ 9-ാം വാക്യം. या Psalms 33 उसका 9। क्योंकि जब उसने कहा तब हो गया। देखा, उसने कहा या वचन कहा, वो वचन के अनुसार काम हो गया। കാരണം അവൻ പറഞ്ഞു, വചനം പറഞ്ഞു, അത് അങ്ങനെ തന്നെ നടന്നു. हाँ, जब उसने आज्ञा दी हाँ। तब वास्तव में वैसा ही हो गया। देखा, जैसे उसने आज्ञा दिया वैसा ही हो गया। അത് അവൻ എപ്പോഴും കൽപ്പിച്ചോ അത് അങ്ങനെ തന്നെയായി. Praise the Lord. मतलब ये वचन के द्वारा ही हमारे एक बातों को समझ सकता है। കാരണം ഈ വചനം മുഖാന്തരം തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. आपको मालूम है, हम प्रभु का वचन को सही रीति में ना जानने के लिए एक सामर्थ्य या एक व्यक्ति कार्य करता है। കാരണം ഈ കാര്യങ്ങൾ വചനങ്ങൾ ശരിയ രീതിയായി മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു വ്യക്തി പ്രവർത്തിക്കുന്നുണ്ട്. वो कौन है आपको मालूम? അതാരാ നിങ്ങൾ അറിയാം? शैतान പിശാചാണ്. है ना। इस वचन आपको सिखाने के टाइम पर तक आपका दिमाग इधर उधर घुमाएगा। കാരണം ഈ ശൈത്താന്റെ വചനം എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്ത് ഈ വചനം സംസാരിക്കുമ്പോൾ തന്നെ പറയുമ്പോൾ തന്നെ നിങ്ങൾ അത് ശരിക്കും ഗ്രഹിക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ മനസ്സിനെ മാറ്റിക്കളയും. मैं इसलिए शुरुआत में आपको बोला कि आप बहुत प्रार्थना के साथ एकाग्र मन के साथ प्रभु की उपस्थिति में बैठना। അതുകൊണ്ട് ഞാൻ ഇപ്പൊ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ തുറന്ന മനസ്സോട് ശുദ്ധ മനസ്സോടെ നിങ്ങൾ പ്രാർത്ഥനയോടെ നിങ്ങൾ വചനം കേൾക്കണം. क्योंकि विरोधी का लक्ष्य क्या है कि हम प्रभु के वचन की उन वेद की बातों को ना समझे, ना जाने और वो वचन में बना ना रहे। കാരണം ശത്രുവിടെ അവരെന്തോ ചെയ്തത്, നമ്മൾ കർത്താവിന്റെ വചനം ശരിക്കും മനസ്സിലാകല്ലേ, ഗ്രഹിക്കല്ലേ, അതിന് അർത്ഥം എന്താണെന്ന് നമ്മൾ ഒരിക്കലും മനസ്സിലാകല്ലേ. इसलिए क्या करता അതാണ് അവൻ എന്ത് ചെയ്യും? है ना। दूसरा कोरिन्थी उसका 4 अध्याय का 4 वचन में 2 Corinthians 4:4 നമ്മൾ വായിക്കുമ്പോൾ और उन अविश्वासियों के लिए जिनकी बुद्धि इस संसार के ईश्वर ने अंधी कर दी है। देखा, शैतान को क्या कहा गया? ये संसार का ईश्वर। ഇവിടെ പിശാചിനെ ശൈത്താനെ എന്തോ പറഞ്ഞിരിക്കുന്നത് ഈ ലോകത്തിന്റെ ദൈവം. हाँ, ये संसार का ईश्वर है। അവൻ ഈ ലോകത്തിന്റെ ദൈവമാണ്. वो क्या करता? അവൻ എന്തോ ചെയ്ത് ताकि मसीह जो परमेश्वर का प्रतिरूप है उसके तेजोमय सुसमाचार का प्रकाश उन पर न चमके। देखिए, इस वचन का प्रकाश लोग प्राप्त ना करने के लिए वो क्या करता? मन को अंधा करता है। ദൈവത്തിന്റെ വചനത്തിന്റെ പ്രകാശം അത് നമുക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി നമ്മുടെ മനസ്സിനെ നമ്മുടെ ഹൃദയത്തിന് നമുക്ക് ഉണ്ടനാക്കി കളയും. एक बात, आप वचन सुनने के लिए प्रभु की उपस्थिति में बैठने का समय भी एक लड़ाई के मैदान है। കാരണം നമ്മൾ വചനം കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ ഒരു സ്ഥലത്ത് നമ്മൾ ഇരിക്കുവാണെങ്കിൽ ആ സ്ഥലം തന്നെ ഒരു യുദ്ധഭൂമിയായി മാറുവാണ്. क्योंकि अभी आप यहाँ पर भी एक बड़ा लड़ाई है। കാരണം ഇവിടെ ഒരു വലിയ യുദ്ധമുണ്ട്. आप ध्यान से उन वचनों को ग्रहण नहीं करने के लिए, आपको हराने के लिए वो प्रयास में है। കാരണം നിങ്ങൾ വചനം ശ്രദ്ധയോടെ കേൾക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് വീഴ്ത്താൻ വേണ്ടിയിട്ട് അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. उसी दूसरा कोरिन्थी दूसरा अध्याय का 11 वचन 2 Corinthians 2:11 2 Corinthians chapter 2:11 कि शैतान का हम पर दाव न चले क्योंकि हम उसकी युक्तियों से अनजान नहीं। देखा, वो युक्ति के द्वारा हमें इन बातों में हराना चाहता है। അവന്റെ ചതിയാൽ അവൻ നമ്മളെ വീഴ്ത്താൻ നമ്മൾ നോക്കുന്നുണ്ട്. प्रेज द लॉर्ड। प्रियो, कितनी प्रकार आपको मालूम है, कितनी लोग अभी जूम मीटिंग में हैं, अभी हम आमने सामने नहीं, अभी मतलब बहुत कम लोग हैं जो कि अभी दिखाई दे रहा है, बाकी लोग म्यूट कर दिया और वीडियो ऑफ कर दिया, उनको दिखता नहीं। इसलिए क्या किया, ये जो वीडियो ऑफ करने वाला लोगों में अधिक बहुत चतुर लोग भी है। നമ്മളിപ്പോ നമ്മളെ ദൈവത്തിന്റെ കൃപയാൽ നമുക്ക് ഇങ്ങനെ കർത്താവ് ഇങ്ങനെ സൂം മീറ്റിംഗ് ദൈവം ഉണ്ടാക്കി തന്നു. അപ്പൊ ഇങ്ങനെ സൂം മീറ്റിംഗ് മുഖാന്തരമാണ് നമ്മൾ എല്ലാവരും നമ്മളെ കാണുന്നത്. എന്നാൽ ഇതിൽ നിന്ന് ചില ബുദ്ധിമാന്മാർ എന്ത് ചെയ്യും? അവരെന്ത് ചെയ്യും? ഇപ്പം എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെച്ച നല്ല കാര്യം. എന്നാൽ ചിലവരെ ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ ചിലവരുടെ വീഡിയോ അവർ ഓഫ് ചെയ്ത് വെക്കും. देखिए, म्यूट करना चाहिए, नहीं तो फिर आपका आवाज आएगा। മ്യൂട്ട് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ശബ്ദം നമ്മൾ കേൾക്കും. लेकिन वो वीडियो ऑफ नहीं करने से कोई वादा नहीं होता। കാരണം എന്നാൽ വീഡിയോ ഓൺ ഓഫ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകത ഒന്നുമില്ല. प्रेज द लॉर्ड। കാരണം क्योंकि अभी वो लोगों का लक्ष्य क्या है? കാരണം ഇപ്പൊ അവരുടെ ലക്ഷ്യം എന്താണ്? उसका बीच में किचन में भी जा सकता है। കാരണം വീഡിയോ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് എന്തെങ്കിലും ജോലി ചെയ്യണമെങ്കിൽ അത് ജോലി ചെയ്യാൻ പോവാം. हाँ, मतलब सब्जी भी काट सकता है। ആ സമയത്ത് പച്ചക്കറി അവർക്ക് വെട്ടാൻ परंतु वीडियो ऑन है तो नहीं कर सकता। എന്നാൽ വീഡിയോ ഓൺ ആക്കി വെച്ചാൽ അത് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. बाकी लोग देखेगा। കാരണം ബാക്കി ആൾക്കാർ കാണുമല്ലോ.
मैं आपको बताना चाहता हूँ आज भी अभी भी इस समय में भी शैतान बहुत लोगों को धोखा दे रहा है, हरा रहा है। കാരണം ഈ അവസ്ഥയിലും ഇപ്പൊ നടക്കുന്ന സമയത്തും പിശാച് അനേകരെ വീഴ്ത്താൻ നോക്കുന്നുണ്ട്. उनका दिल में ऐसा कुछ गलत फहम आ जाता है, കാരണം അവരുടെ ഹൃദയത്തിൽ എന്തോ തെറ്റിദ്ധാരണ വരും. मतलब उनको जीवन में कई कई गलत विचारों में वो घूम सकता है। കാരണം അവരുടെ ഇങ്ങനെ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ അവരുടെ മനസ്സിൽ എന്തോ ചിന്തകളെ വന്ന് അവരെ മാറ്റിക്കളയുന്നു. कई लोग इस मीटिंग के बीच में फोन करने के लिए जाता है, ചിലവർ ഇങ്ങനെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ ഫോൺ വിളിക്കാൻ പോകുന്നു. कई लोग इस मीटिंग के बीच में थोड़ा नास्तिक दुकान तक जाकर आता है, ചിലവർ എന്ത് ചെയ്യും, മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക എല്ലാം പെട്ടെന്ന് കടയിൽ പോകണമെന്ന് പറഞ്ഞ് പോയിട്ട് വരിക. क्योंकि उनको लगता है कि 5-10 मिनट है, अभी टाइम 1 घंटा से ऊपर है, हम आराम से इसके बीच में आ जाएंगे। കാരണം എന്താ, കടയിൽ പോകുന്ന 5 മിനിറ്റേ ഉള്ളല്ലോ, എന്താ മീറ്റിംഗ് 1 മണിക്കൂർ നടന്നുകൊണ്ടിരിക്കുക, അപ്പൊ 5 മിനിറ്റൂടെ കടയിൽ പോയിട്ട് വരാൻ എന്നിട്ട് മീറ്റിംഗ് വന്നിരിക്കാമല്ലോ. मैं एक बात बताऊं प्रियो, എന്നാ ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ. खुल जाए किताबें, देना है हिसाब, राजू इंसाफ का राजू प्रभु का हाथ में है। അപ്പൊ ഒരു കാര്യം നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, പുസ്തകങ്ങൾ തുറക്കപ്പെടും, നമ്മുടെ എല്ലാ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ, എല്ലാ പ്രവൃത്തികളും വെളിപ്പെടും. ദൈവം നമ്മളെ ചെയ്ത എല്ലാ കാര്യങ്ങളുള്ള അതിന്റെ അളവ് കർത്താവിന്റെ കയ്യിലുണ്ട്. അതനുസരിച്ച് ദൈവം നമ്മളെ ന്യായം വിധിക്കും. ओ प्रियो, हमें हमेशा ये परखना चाहिए, ഈ കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ശോധന ചെയ്യണം. है ना। अपने जीवन में हम प्रभु का यदि सच्चा भय नहीं मानता, प्रभु की उपस्थिति में एक सच्चा दिल के साथ, सच्चा भावना के साथ, एक पवित्र दिल के साथ अगर हम नहीं आता, प्रभु ये वचन के द्वारा हमसे गहराई में बात नहीं कर पाए। അതുകൊണ്ട് പ്രിയപ്പെട്ട് തുറന്ന മനസ്സോടെ, ശുദ്ധ മനസ്സോടെ, നല്ല ഹൃദയത്തോടെ നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ വരികയും അവരുടെ സന്നിധിയിൽ നമ്മൾ താഴ്മയോട് ഇരിക്കത്തില്ലെങ്കിൽ ദൈവം നമ്മളോട് സംസാരിക്കത്തില്ല. बहुत लोग प्रभु की उपस्थिति में बैठने के टाइम तक उनका दिल शैतान कब्जा करता है, കാരണം അനേകർ വിശ്വാസികൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സിനെ പിശാച് വന്ന് പിടിക്കും. है ना। जब प्रेरितों का 5 अध्याय का 3 वचन की आखिरी में लिखा है, അപ്പോസ്തല പ്രവൃത്തി 5-ന്റെ 3-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്തിൽ, ആക്ട്സ് ചാപ്റ്റർ 3:5, पत्रोस अनन्यास को पूछता है പത്രോസ് അനന്യാസോട് ചോദിക്കുന്നത്, कि तेरा हृदय को शैतान ने क्यों वश में किया। അതിന് 5-3 ചാപ്റ്റർ 5:3. അവിടെ പത്രോസ് അനന്യാസോട് ചോദിക്കുന്നത്, നിന്റെ ഹൃദയത്തെ എങ്ങനെ പിശാച് പിടിക്കപ്പെട്ടു? शैतान तेरा हृदय को वश में क्यों कर दिया। പിശാച് ശൈത്താന്റെ ഹൃദയത്തിന് എങ്ങനെ കീഴ്പ്പെടുത്തി? प्रियो, मैं आपको बहुत बार बताया, ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, कि इंसान को गिराते गिराते 6000 साल का एक्सपीरियंस शैतान को है। പിശാചിന് സാധാരണ മനുഷ്യന്മാരെ വീഴ്ത്താനുള്ള 6000 വർഷത്തിന്റെ അനുഭവം അവന്റെ കയ്യിലുണ്ട്. Praise the Lord. इसलिए कोई कहीं अभी आपको लगता हो कि आप चला के नहीं, शैतान चला के आपका दिल को उसने खींच दिया है। കാരണം ചിലവര് വിചാരിക്കും നമ്മൾ ഒത്തിരി ബുദ്ധിമാനാണെന്ന് നമ്മൾ ചിന്തിക്കും. എന്നാൽ നമ്മൾ വചനം പഠനല്ലേ, കാരണം പിശാച് നമ്മളെക്കാളും ബുദ്ധിമാനാണ്. Praise the Lord. देखो वो कैसे आपको मालूम है, അതെങ്ങനെ അവൻ ചെയ്യുന്നത്? शैतान के बारे में आपको मालूम है ना। പിശാചിനെ പറ്റി നിങ്ങൾ അറിയുന്നുണ്ടല്ലോ. शैतान के एक क्लास लेने की जरूरत नहीं, പിശാചിന്റെ ക്ലാസ് എടുക്കേണ്ട ആവശ്യമില്ല. फिर भी आपको मालूम है वो एक समय में बहुत निष्कपट था। അവൻ ഒരു സമയത്ത് നിഷ്കപടമുള്ള വ്യക്തിയായിരുന്നു. हम लोग एक दो बात देखेंगे, അവനെ പറ്റി 1-2 കാര്യങ്ങൾ നമ്മൾ നോക്കാം. एसेकिएल नबी की किताब, എസേക്കിയേൽ പുസ്തകം, उसका 28 अध्याय सब लोग निकाले। അതിന് 28-ാം അധ്യായം എല്ലാവരും എടുക്കണം. എസേക്കിയേൽ ചാപ്റ്റർ 28. हाँ, तो उसका 15 वचन पढ़िए। അതിന് 15-ാം വാക്യത്തിൽ, एसेकिएल उसका 28 अध्याय का 15 वचन। എസേക്കിയേൽ ചാപ്റ്റർ 28:15. जिस दिन से तू सिरजा गया और जिस दिन तक तुझमें कुटिलता न पाई गई, उस समय तक तू अपनी सारी चाल चलन में निर्दोष रहा। देखा वो कौन है। അവൻ ആരായിരുന്നു? पहली बात वो एक केरूब है। അവൻ ഒരു കെരൂബാണ്. इसका मतलब क्या है कि आपको मालूम है केरूबों की संख्या बहुत कम है, കാരണം കെരൂബുകളുടെ എണ്ണം നോക്കി കഴിഞ്ഞാൽ ഒത്തിരി കുറവാണ്. दूतों का संख्या अनगिनित है। സ്വർഗ്ഗദൂതന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ അത് എണ്ണാൻ പറ്റത്തില്ല. परंतु केरूबों की संख्या ऐसे नहीं। അത് കെരൂബുകളുടെ എണ്ണം അങ്ങനെയല്ല. अभी आपको ये बात जानना, ഈ കാര്യങ്ങൾ അറിയണം. यहाँ पर ये लूसीफर या ये शैतान कौन था। ഇവിടെ ഈ സമയത്ത് ലൂസിഫർ ആയിരുന്ന ഈ പിശാച് അവൻ എന്തുവായിരുന്നു? वो हरेक चाल चलन में एकदम एक निष्कपट था। അവൻ എല്ലാ കാര്യത്തിലും നിഷ്കളങ്കനായിരുന്നു. फिर कैसे क्या हो गया। പിന്നെ എന്ത് പറ്റി? ये भी जानना भी, ഈ കാര്യം നമ്മൾ അറിയണം. कैसा मनुष्य के जीवन में वो शैतानी के स्वभाव में बदल सकता है करके शैतान के जीवन में आया हुआ वो बात को भी परखेगा तो समझ सकता है। നമ്മൾ ഓരോരോ വ്യക്തികളുടെ രീതിയിൽ കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ വീഴ്ച വരും നമ്മൾ കാര്യം മനസ്സിലാക്കണം. പിശാചിന്റെ ജീവിതത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. देखिए वो एक सादा व्यक्ति नहीं था, അവനൊരു സാധാരണ ജീവി അല്ലായിരുന്നു. वो इतना सुंदर था। അവൻ ഒത്തിരി സുന്ദരമായിരുന്നു. आप उसका 12 वचन की आखिरी भाग से पढ़ेगा तो അതിന് 12-ന്റെ അവസാന ഭാഗം നമ്മൾ വായിക്കുവാണെങ്കിൽ, तू तो उत्तम से उत्तम है। देखो तुम उत्तम से उत्तम है, സുന്ദരിൽ നിന്ന് അതിസുന്ദരനായിരുന്നു. तू बुद्धि से भरपूर। देखो
बुद्धि में वो भरपूर था। അവൻ ബുദ്ധിയിൽ അവൻ പൂർണ്ണതയായിരുന്നു. और सर्वांगन सुंदर है। देखा सर्वांग सुंदर था। എത്ര നല്ല കാര്യമല്ലേ? आप सोचिए प्रियो, അത് നിങ്ങൾ വിചാരിച്ചു നോക്കിക്കേ. मतलब उसका हर एक प्रकार वो इतना सुंदर थे, इतना ज्ञानी थे, मतलब और इतना निष्कलंक थे। അവൻ എത്ര സിദ്ധനായിരുന്നു, എത്ര ബുദ്ധിമാനായിരുന്നു, നല്ല പിന്നെ സുന്ദരനുള്ളവനായിരുന്നു. वो एक बहुत बड़ा एक नेता था। അവൻ വലിയൊരു നേതാവായിരുന്നു. Praise the Lord। आजकल के हिसाब से आत्मीय दुनिया में बोलेगा तो बड़ा पास्टर था। ഇത് നമ്മുടെ രീതിയിൽ നമ്മൾ മനസ്സിലാക്കുവാണെങ്കിൽ ആത്മീയ ലോകത്തിൽ വലിയൊരു പാസ്റ്റർ പോലെയാണ്. Praise the Lord। आजकल का अधिकतर पास्टरों गिरा हुआ है। ഇന്നത്തെ അധിക പാസ്റ്റർമാരെ നോക്കിക്കഴിഞ്ഞാൽ അവർ വീട് ഇരിക്കുമല്ലേ. कई बात है, അത് ഒത്തിരി കാര്യങ്ങളുണ്ട്. बड़ी आराम से सिद्ध कर सकता हूँ, എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കാൻ പറ്റും. परंतु अभी उस विषय में नहीं जाए। എന്നാൽ ഞാൻ ആ ഭൂമിയിലുള്ള വിഷയത്തിൽ ഞാൻ പോകുന്നില്ല. जो बुलाहट तक अगर उनको नहीं मिलेगा तो उनको बहुत दुख होता है। കാരണം അവർ വിളിക്കപ്പെട്ടു എന്നുള്ള അവസ്ഥ തന്നെ കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവർ ആ പാസ്റ്റർ എന്ന വിഷയത്തിൽ തന്നെ വിളിക്കപ്പെടുന്ന പാസ്റ്റർ വിളിക്കണം എന്നുള്ള വിഷയത്തിൽ കാര്യങ്ങൾ സംസാരിക്കാൻ പോയാൽ തന്നെ അവർക്ക് വിഷമമാണ് വരുന്നത്. അങ്ങനെ नहीं बुलाएगा तो അതായത് അവർക്ക് പാസ്റ്റർ എന്ന് വിളിച്ചില്ലെങ്കിൽ അവർക്ക് വിഷമം വരും. Anyway, हम लोग ये बात को जानना है कि ये लूसीफर इतना अच्छा सुंदर एक केरूब, इतना ज्ञान से भरा हुआ, इतना एक महान केरूब कैसे गिर गया? എന്നാൽ ഈ മഹാനായ ലൂസിഫർ ആ സമയത്ത് ഏറ്റവും സുന്ദരമായ സിദ്ധനായ ബുദ്ധിയിൽ ജ്ഞാനിയായ ഈ ജീവി എങ്ങനെ വീണു? उसका 17 वचन पढ़ना। അതിന്റെ 17ാം വാക്യത്തിൽ सुंदरता के कारण तेरा मन फूल उठा था। देखा, सुंदरता का कारण उसका मन फूल उड़ा। അവൻ അത്ര സുന്ദരനായോണ്ട് അവൻ എന്തുപെട്ട് അവൻ അഹങ്കരിച്ചു. और वैभव के कारण तेरी बुद्धि बिगड़ गई थी। देखा, वैभव के कारण तेरी बुद्धि बिगड़ गई थी। അവന്റെ വൈഭവ കാരണം കൊണ്ട് അവൻ എന്തുപറ്റി അവൻ ഭ്രഷ്ടനായി. देखिए यहाँ पर का विषय कितना गंभीर है, आप देखना। ഇവിടെ എത്ര ആഴമായ വിഷയമാണ് നിങ്ങൾ മനസ്സിലാക്കണം. आप इसको एक हल्का रीति में ना सोचिए, നമ്മള് സാധാരണ രീതിയിലായിട്ട് എടുക്കല്ലേ. उसके जीवन में ये जो गिरावट कैसे आया, അവന്റെ ജീവിതത്തിൽ വീഴ്ച എങ്ങനെ വന്നു? मानो उसके अंदर वो आगे से वापस पढ़ रहा है उसको 17 वचन। सुंदरता के कारण तेरा मन फूल उठा था और वैभव के कारण तेरी बुद्धि बिगड़ गई थी। हाँ, देखा, मतलब उसकी उस वैभव के कारण उसकी बुद्धि भी बिगड़ गया। അവന്റെ വൈഭവം അവന്റെ സുന്ദരത വിഷയത്തിൽ നോക്കി കഴിഞ്ഞാൽ അവന്റെ ബുദ്ധി ഭ്രഷ്ടമായി മാറി. और आगे, मैंने तुझे भूमि पर पटक दिया और राजाओं के सामने तुझे रखा कि वे तुझको देखे। देखिए इसका मतलब क्या है कि उसकी गिरावट का कारण क्या है? അപ്പൊ അവന്റെ വീഴ്ചയുടെ കാരണങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. मैं इसमें थोड़ा और आपको विशाल समझने के लिए एक और भाग पढ़ाना चाहता हूँ। ഇതേ വിഷയത്തിൽ ഇച്ചിരൂടെ കാര്യം ആഴമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു വാക്യം കൂടെ വായിക്കാൻ ആഗ്രഹിക്കുന്നത് യെശയ്യാ നബി കിതാബ് उसकी 14 अध्याय, യശയ്യാ പുസ്തകത്തിന്റെ 14ാം അധ്യായം, ഐസയ ചാപ്റ്റർ 14 उसका 13-14 वचन पढ़ना। അതിന്റെ 13-14 ഐസയ. तू मन में कहता तो था मैं स्वर्ग पर चढ़ूंगा, मैं अपने सिंहासन को ईश्वर के तारांगण से अधिक ऊंचा करूंगा और उत्तर दिशा की छोर पर सभा के पर्वत पर विराजूंगा। मैं मेघों से भी ऊंचे से ऊंचे स्थान के ऊपर चढ़ूंगा, मैं परम प्रधान के तुल्य हो जाऊंगा। देखिए यहाँ पर हम क्या देखता है, ഇവിടെ നമ്മൾ എന്താ നമ്മൾ കാണുന്നത്? ये इस 2 शब्द में मैं करके 5 बार लिखा है। ഈ രണ്ട് വാക്യത്തിൽ യശയ്യാ 14-14 വാക്യത്തിൽ ഞാൻ എന്ന് പറഞ്ഞ് 5 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. वो परमेश्वर के तुल्य बनना चाहा, അവൻ ദൈവത്തിന് തുല്യനാകാൻ ആഗ്രഹിച്ചു. इसलिए उन्होंने क्या किया, അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? बलवा किया। അവൻ കർത്താവിന് വിരുദ്ധമായി സംസാരിച്ചു. इतना भयंकर बात है, എത്ര ഭയങ്കര കാര്യമാണ്. मतलब इस प्रकार का एक भावना विचार, ഈ പ്രകാരമുള്ള ചിന്ത शायद मुझे लगता है, ഞാൻ വിചാരിക്കുന്നത് मतलब ये जो लूसीफर की हर एक मतलब पंखों में क्या लगा था, उनका म्यूजिक लगा हुआ था। നമുക്കറിയാലോ, നമ്മള് ലൂസിഫറിന്റെ ആ സമയത്ത് അവന്റെ ചിറകിൽ നമ്മൾ നോക്കുന്നു, അവിടെ അനേകർ സംഗീത ഉപകരണങ്ങളുണ്ട്. मतलब वो जब ये जब खोलता था, അവന്റെ ചിറക് തുറക്കുമ്പോൾ वो क्या होता, पूरा म्यूजिक सिस्टम से पूरा स्वर्ग भर जाता था। അവനിങ്ങനെ അവന്റെ ചിറക് അവൻ തുറക്കുമ്പോൾ ആ സമയത്ത് സംഗീതത്തിന്റെ നല്ല സൗണ്ട് അതിൽ നിന്ന് വരുമായിരുന്നു. इसका मतलब क्या है कि वो उनके साथ सारे स्वर्गदूत इतना मगन हो जाता था। കാരണം അവൻ അതിനെ പാടാൻ തുടങ്ങുമ്പോൾ എല്ലാ ദൂതന്മാരും അതിന്റെ പ്രവേശനത്തിൽ ആ സംഗീതത്തിൽ ആഴ്കേറും. शायद मुझे लगता है, ഞാൻ വിചാരിക്കുന്നത് स्वर्गदूत बोला होगा, ദൂതന്മാരെ ചിലപ്പോൾ പറഞ്ഞു കാണുമായിരിക്കും. क्योंकि आज भी बहुत लोग गिरने के एक रास्ता में
मैं बता रहा ഇന്നും അനേകർ വീഴാനുള്ള വീഴ്ചയുടെ കാരണങ്ങൾ ഞാൻ പറയുവാണ്. अरे लूसीफर, ഹേ ലൂസിഫർ, एक तो पहली बात आप कितना सुंदर है, ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ എത്ര സുന്ദരനാണ്, आप कितना ज्ञानी है, നീ എത്ര ജ്ഞാനിയാണ്, और आप जैसा पंख खोलता है तो क्या म्यूजिक निकलता है, നീ ചിറക് തുറന്നു കഴിഞ്ഞാൽ എത്ര നല്ല സംഗീതമാണ് നമുക്ക് കിട്ടുന്നത്. ओ आपका तुल्य कोई नहीं. നിന്റെ തുല്യം ആരുമില്ല. कई लोग ऐसे बोलने के टाइम पर ये क्या हो गया, वो उसके अंदर थोड़ा घमंड आ गया. ഇങ്ങനെ ദൂതന്മാർ, ചില ദൂതന്മാര് ലൂസിഫറിനെ അങ്ങനെ താരീഫ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അവനെ പറ്റി നല്ല സ്തുതി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടപ്പോൾ അവനിൽ അഹങ്കാരം വന്നു. मुझे मालूम है എനിക്കറിയാം, कुछ विश्वासी लोग अपने भाई लोग कभी कभी कुछ प्रचार के लिए खड़ा होता है, എനിക്കറിയാം ചില വിശ്വാസികള് ചിലവരിങ്ങനെ സംസാരിക്കും, പ്രചാരം ചെയ്യാൻ വേണ്ടി എഴുന്നേക്കുമ്പോ ചിലവര് वो क्या बोलता है, അവരെന്തോ പറയുന്നത്, अरे भाई क्या प्रचार था, സഹോദരൻ എത്ര നല്ല ആഴമായിട്ട് സംസാരിച്ചു, आपके जैसा कौन प्रचार कर सकता. നിന്നെ നീ സഹോദരൻ പോലെ നിങ്ങളെ പറ്റി രീതിയിൽ എങ്ങനെ വേറെ ആരും സംസാരിക്കാൻ പറ്റും. प्रभु का दास को भी इतना नहीं आता, आप इतना अच्छा गहरा प्रचार करते ഓ ദൈവദാസന് പോലും ഇത്ര ആഴമായിട്ട് അറിയത്തില്ല, സഹോദരൻ നീ എത്ര ആഴമായിട്ട് പറഞ്ഞു. तो क्या होता है, അപ്പൊ എന്ത് പറ്റും, वो व्यक्ति थोड़ा फूल उठता है. അപ്പൊ ആ കേൾക്കുന്ന വ്യക്തി ആ പറയുമ്പോൾ അവരിച്ചിരി അഹങ്കാരം അവരിച്ചിരി പൊങ്ങി വരുവാ. मैंने ये बातों को कुछ लोगों के जीवन में होते हुए देखा. ഞാൻ ഈ കാര്യങ്ങൾ ചിലവരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യം ഞാൻ കണ്ടതാണ്. Praise the Lord. Praise the Lord. फिर वो बोलता है कि फिर तो मैं क्यों ना ऐसा मतलब लीडर या आराधक बन जाऊं. അങ്ങനെയാണ്. അപ്പൊ അവരെന്തോ ചിന്തിക്കുന്നു, ഇത്ര ആൾക്കാർ എന്നെ പറ്റി പറയുന്നുണ്ടല്ലോ, അപ്പൊ ഞാൻ തന്നെ ഒരു ആരാധന വർഷിപ്പ് ലീഡറായി ഞാൻ തന്നെ മാറാമല്ലോ എന്ന് ചിന്തിക്കും. बाइबल में कोई वर्शिप लीडर नहीं है. ബൈബിളിൽ അങ്ങനെ ആരും വർഷിപ്പ് ലീഡർ എന്ന് പറഞ്ഞ സ്ഥാനമില്ല കേട്ടോ. Praise the Lord. Praise the Lord. तो आप एक बात को जानना, അതിനൊരു കാര്യം അറിയേണ്ടത്, सबसे बड़ी बात है कि मतलब हमारे जीवन में ऐसा कई प्रकार कई बातों में घमंड आकर के गिर सकता है. അതുകൊണ്ട് ഈ രീതിയിലുള്ള അനേക പ്രകാരമുള്ള അഹങ്കാരം നമ്മുടെ ജീവിതത്തിൽ വന്ന് നമുക്ക് വീഴാൻ സാധ്യതയുണ്ട്. तो शैतान इस प्रकार का मतलब अवस्था में गिरने का मेन कारण उसका व्यापार का, हमने जो अभी पढ़ा था, जो ऐसे के नबी की किताब वापस एक बार पढ़ेगा, उसका 17 वचन थोड़ा फिर से पढ़ेंगे. उसका 28 എസെക്കിയേൽ 28:17 വാക്യത്തിൽ ആ ഒരു വീഴ്ചയുടെ കാരണം നമ്മൾ നോക്കുന്നുണ്ട് അവിടെ. सुंदरता के कारण तेरा मन फूल उठा था और वैभव के कारण तेरी बुद्धि बिगड़ गई थी. मैंने तुझे भूमि पर पटक, इसलिए वो गिराया गया. ഇത് അതുകൊണ്ടാണ് അവൻ വീഴ്ത്തപ്പെട്ടത്. देखिए उसका इस प्रकार का घमंड, ഈ പ്രകാരമുള്ള അഹങ്കാരം. इसलिए ना जब आपको मालूम है सेवा में मंडली में कोई नया जवान लोगों को कभी भी अगुवा बनाने के लिए पौलुस बिल्कुल नहीं मानती. അതുകൊണ്ട് പൗലോസ് ആ സമയത്ത് നമ്മൾ പറയാറുണ്ട്, പുതിയൊരു ബന്ധം പ്രത്യേകിച്ച് യുവാക്കൾ വരുമ്പോൾ അവരെ സഭയുടെ അധ്യക്ഷ അധികാരത്തിൽ അവർക്ക് കൊടുക്കല്ലേ എന്നുള്ള കാര്യങ്ങൾ പൗലോസ് ആദ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. उसका कारण क्या मालूम है? അതിന്റെ കാരണം എന്താ? आप पहला तिमोथी उसका 3 अध्याय का 6 वचन पढ़ो. 1 തിമോത്തി 3:6 നമ്മൾ വായിക്കുമ്പോൾ 1 തിമോത്തി 3:6, फिर यह कि नया चेला न हो, ऐसा न हो कि अभिमानी करके शैतान का सा दंड पाए. देखा, इसको बोले शैतान में आया हुआ दोष क्या था? പിശാചിലുള്ള കുറ്റം എന്തായിരുന്നു? अभिमान, അവൻ അഹങ്കാരി ആകെ, घमंडी, घमंडी ആകെ, अभिमान. तो ऐसा जवान लोग मतलब क्या करता है, अगर उनको अगुवाई करने का अगर अवसर देगा तो इस प्रकार का घमंड में गिर करके, जैसा शैतान का घमंड आएगा करके एक तुलना करके बात बताया. അതുകൊണ്ട് പുതിയവർ വരുമ്പോ, പ്രത്യേകിച്ച് യുവാക്കൾ വരുമ്പോ ഇങ്ങനെ അധികാരം അവർക്ക് കൊടുത്തയച്ച, സ്ഥാനം കൊടുത്തയച്ചാൽ അവരിൽ ഇങ്ങനെ അഹങ്കാരം വരാനുള്ള അവസ്ഥ വരും. പിശാചിനെ പോലെ അവർക്ക് അഹങ്കാരം വരുന്നതാണ് വചനം പറയുന്നത്. आपको मालूम है बाइबल में कहीं भी देखो, ये जो अहंकार, ये जो हठीलापन, ये एक घमंड इंसान को नष्ट करता है या बर्बाद करता है. നമുക്കറിയാലോ, വചനം നമ്മൾ പൊതുവായി നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ എവിടെയൊക്കെ അഹങ്കാരം എന്ന വിഷയം വരുമ്പോൾ, അഹങ്കാരിച്ച് നമ്മൾ ചീർത്തു പോകുന്ന ഈ അവസ്ഥ എന്ന് പറയുമ്പോൾ അത് വീഴ്ചയുടെ കാരണമാണ്. जब उत्पत्ति की किताब उसका 11 अध्याय का 4 वचन में मतलब परमेश्वर की इच्छा के खिलाफ में मनुष्य ने क्या निर्णय लिया? ഉൽപ്പത്തി പുസ്തകം 11:4 വാക്യത്തിൽ മനുഷ്യന്മാരെ ദൈവത്തിന് വിരുദ്ധമായിട്ട് എന്ത് ചെയ്തു? ജെനസിസ് 11:4, परमेश्वर की आज्ञा था भूलो भलो जगत में भर जाओ. ദൈവത്തിന്റെ ആഗ്രഹം എന്തായിരുന്നു? നിങ്ങൾ ലോകം മൊത്തം നിങ്ങൾ പോവുക, അവിടെ നിങ്ങൾ വളരുക, നിങ്ങൾ വളർച്ച പ്രാപിക്കുക. लेकिन यहाँ पर आप देखिए, इतना सुंदर आशीष मिलने के बावजूद भी उन्होंने क्या किया? ഇത്ര നല്ല അനുഗ്രഹിക്കപ്പെട്ട അവർക്ക് അനുഗ്രഹം കിട്ടി കഴിഞ്ഞിട്ടും അവരെന്ത് ചെയ്തു? उसका उत्पत्ति 11 अध्याय का 4 वचन. ജെനസിസ് 11:4, फिर उन्होंने कहा, आओ हम एक नगर और एक गुम्बद बना ले जिसकी चोटी आकाश से बातें करे, इस प्रकार से हम अपना नाम करे. देखा, अपना नाम करे. അപ്പൊ നമ്മൾ നമ്മുടെ പേരുണ്ടാക്കണം. देखा, मतलब वो एक घमंड है. അതൊരു അഹങ്കാരമല്ലേ? अपना नाम करे, നമുക്ക് നമ്മുടെ നാമം ഉണ്ടാക്കാം. मतलब प्रभु के महिमा नहीं लक्ष्य. ദൈവത്തിന്റെ മഹത്വം അല്ലായിരുന്നു അവരുടെ ഉദ്ദേശം. देखो, इतना भयंकर सजा से अभी आगे आया हुआ
आप देखिएगा नोह का पीढ़ी इतना जल्दी वापस ऐसा घमंड की बातों पर चला गया. അതുകൊണ്ട് അറിയാലോ ഇതെല്ലാ അവസ്ഥയിൽ നിന്ന് ഇത്ര ദൂരെയായി കഴിഞ്ഞിട്ടും നോഹായുടെ സമയം വരുമ്പോഴും എത്ര പെട്ടെന്നാണ് അതിന് नोह का पीढ़ी का लोग നോഹായുടെ വംശാവലിയിലുള്ള ജനങ്ങൾ എത്ര പെട്ടെന്നാണ് കർത്താവിന് വിരുദ്ധമായിട്ട് അവർ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയത്. इससे पहले नोह के जलप्रलय के बारे में ये पीढ़ी को मालूम. കാരണം ഈ ജനങ്ങള് നോഹയുടെ സമയത്ത് വന്ന ന്യായവിധി അവർക്കറിയാം. इसके बावजूद भी वो कितना जल्दी वो घमंड के उस बातों में गिर रहा है. ഇത് കഴിഞ്ഞിട്ടും നോഹയിൽ വരുന്ന വംശാവലി പെട്ടെന്ന് എത്ര പെട്ടെന്നാണ് അഹങ്കാരത്തിൽ അവർ വീഴുന്നത്. प्रियो, हम लोग पिछले दिन में हमने ये बात को देखा था, जो खड़ा है वो ना गिरने के लिए प्रयास में रहना. അതുകൊണ്ട് പ്രിയപ്പെട്ട നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടല്ലോ, നിങ്ങൾ നിൽക്കുവാണെങ്കിൽ വീഴാതിരിപ്പാൻ നിങ്ങൾ സൂക്ഷിപ്പേ. किसी का भी जीवन में इस प्रकार की अवस्था में गिरावट की बात आ सकता है. കാരണം ആര് പേരുടെ ജീവിതത്തിലും ഇങ്ങനെ വീഴാനുള്ള അവസ്ഥ വരാൻ സാധ്യതയുണ്ട്. देखिए अभी ये आदामी पीढ़ी के लोगों का स्वभाव में कितना बड़ा गिरावट आया. അത് ഈ ആദാമിന്റെ വംശാവലിയിൽ ഉള്ള ഈ ജനങ്ങളുടെ അവസ്ഥയിൽ എത്ര പെട്ടെന്നാണ് വീഴ്ച വരുന്നത്. ये बात बुलाहट पाया हुआ लोगों का बीच में भी हुआ. ഇതേ കാര്യം വിളിക്കപ്പെട്ട കൂട്ടറിന്റെ ഇടയിലും ഉണ്ടായെന്നാണ് വചനം നോക്കുന്നത്. ये भी ध्यान देना. ഇത് നമ്മൾ ശ്രദ്ധിക്കണേ. ये आदामी पीढ़ी, आदाम एक प्रकार सृष्टि किया हुआ या ये दुनिया में जन्म होने वाला सृष्टि का उस पीढ़ी का पिता है. ആദാമിന്റെ ജീവിതത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദാം എന്ന് പറഞ്ഞ ആരാണ്? ഈ ലോകത്തിൽ എല്ലാ സൃഷ്ടി ആദാം മുഖാന്തരം ബന്ധ എല്ലാ മനുഷ്യ ജീവികൾ അവരുടെ പിതാവ് ആദാമാണ്. परंतु मैंने आपको पहले भी बोला, अब्राहम बुलाहट पाया हुआ लोगों का पिता है. ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞല്ലോ, അബ്രഹാം എന്ന് പറഞ്ഞ ആര്? വിളിക്കപ്പെട്ടവരുടെ പിതാവാണ്. परंतु उस अब्राहम के पीढ़ी में भी क्या हुआ? എന്നാൽ ഈ അബ്രഹാമിന്റെ വംശാവലിയിൽ എന്ത് പറ്റി? जब हम इसराइल लोगों के जीवन के बारे में जब देखेंगे, ഇസ്രായേലിന്റെ ജീവിതം തന്നെ നോക്കുവാണെങ്കിൽ जब गणना उसके 16 अध्याय का 1 से 3 तक जब हम बढ़ता है, സംഖ്യാപുസ്തകം 16 1 തൊട്ട് 3, നമ്പേഴ്സ് ചാപ്റ്റർ 16 1 2 3, वहां पर हम क्या देखता है? അവിടെ നമ്മൾ എന്ത് നോക്കുന്നത്? इस प्रकार का एक मत्सर, एक क्या बोलता है, मतलब വിരുദ്ധ बलवा करना. थोड़ा पढ़िए उसको. ഈ പ്രകാരമുള്ള മത്സരികളായ സ്വഭാവമുള്ള ആൾക്കാർ നമ്മൾ കാണുന്നുണ്ട് അവിടെ. कोरहा जो लेवी का पर पोता, कहात का पोता और इसहार का पुत्र था. ये एलिबास के पुत्र दातान और अबीराम और पहलेत के पुत्र ओन, इन तीनों रूबियों से मिलकर मंडली के 250 प्रधान जो सभासद और नामी थे उनको संग लिया और वे मूसा और हारून के विरुद्ध उठ खड़े हुए. विरुद्ध उठकर खड़े हुए. അവര് മോശെ അഹരോന്റെ വിരുദ്ധമായി അവർ എഴുന്നേറ്റു. बोले एक यहाँ पर एक हटिला स्वभाव में एक क्या बोलता है, बलवा किया. അവരൊരു മത്സരികളായി മാറി. वो बलवा किया. അവർ മത്സരികളായി മാറി. प्रियो, आपको मालूम है ये जो बलवा करने का वो एकदम लूसीफर का स्वभाव है. കാരണം ഈ മത്സരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സരം ചെയ്യണം, വിരുദ്ധമായി നിൽക്കണം എന്ന് പറഞ്ഞ എപ്പോഴും ഒരു പിശാചിക സ്വഭാവമാണ്. लूसीफर का लक्ष्य क्या था? परमेश्वर का तुल्य बनूंगा. കാരണം ലൂസിഫർ ആ സമയത്ത് അവൻ ദൈവത്തിനെ പോലെ തുല്യരാകണം. इसी प्रकार अभी मोशे का तुल्य हमको भी बनना है. അതേപോലെ ഇവിടെ ജനങ്ങൾ എന്തോ പറയുന്നത്, നമ്മൾ മോശനെ പോലെ തുല്യം നമ്മളാകണം. अभी यहाँ पर कोरह, नादान, अबीराम और करीब 250 वांगी അവിടെ നമ്മള് കോരയും നമ്മള് 2-3 പേരും, അതല്ലാതെ 150 പ്രധാന നേതാക്കളും അവരെന്ത് ചെയ്തു? അവരെല്ലാരും ഒന്നായിട്ട് അവര് മോശയുടെ വിരുദ്ധമായി നടക്കാൻ വന്നു. കാരണം അവരുടെ ഉദ്ദേശം എന്തായിരുന്നു? അവരെന്തോ പറയുന്നത്? നമ്മളും നേതാവാണ്, നമ്മൾ പറയുന്നതും ജനങ്ങൾ കേൾക്കണം. 3-ാം വാക്യം വായിക്കുമ്പോൾ, और उसने कहने लगे, तुमने बहुत किया, अब बस करो, क्योंकि सारी मंडली का एक एक मनुष्य पवित्र है और यहोवा उनके मध्य में रहता है, इसलिए तुम यहोवा की मंडली में ऊंचे पद वाले को बन बैठा है. क्यों बन बैठा है? देखो बोले प्रभु के ओर से नियुक्त किया हुआ प्रभु का दास के खिलाफ में ये लोग क्या क्या बात कर रहे हैं? കാരണം ദൈവത്തിൽ നിന്ന് നിയുക്തപ്പെട്ട ദൈവദാസന്റെ വിരുദ്ധമായിട്ട് അവർ എന്താണ് സംസാരിക്കുന്നത്? उनको कैसे शैतान ने भरमाया? അവർ എങ്ങനെ പിശാച് അവരെ വഞ്ചിച്ചു? लूसीफर की आत्मा उनके जीवन में कैसे कार्य किया? അതേ ലൂസിഫറിന്റെ ആത്മാവ് എങ്ങനെ അവരുടെ ഉള്ളിൽ പ്രവർത്തിച്ചു? और उनके अंदर आपको मालूम है അവരുടെ അന്ത്യം എന്താണെന്ന് നിങ്ങൾ അറിയാലോ. भूमि पट करके वो लोग सीधा उस दंड पाने वाली जगह में गए. ഭൂമി തുറക്കപ്പെട്ടു, അവർ നേരെ യാത്രാസ്ഥലത്ത് അവർ വീണു. इतना भयंकर बात है, എത്ര ഭയാനകമുള്ള കാര്യമല്ലേ? यही बात अब्शालोम के जीवन में देखता है. ഈ കാര്യം അബ്ശലോമിന്റെ ജീവിതം നമ്മൾ നോക്കുമ്പോൾ, अब्शालोम अपना पिता का सिंहासन को जीतना चाहा. അബ്ശലോം അവന്റെ പിതാവിന്റെ സിംഹാസനത്തിന് ആഗ്രഹിച്ചു. इसलिए उन्होंने उपाय निकाला. അതിന് അവൻ തന്ത്രം എടുത്തു. जब दूसरा शामुएल 15 अध्याय 10 से 12 तक हम पढ़ता है, 2 ശമൂവേൽ അതിന്റെ 15ന്റെ 15 अध्याय 10 से 12 10 തൊട്ട് 12 വരെ पढ़िएगा.
तब अबशालोम ने इस्राएल के समस्त गोत्रों में हाँ। यह कहने के लिए भेजे जब नरसिंह का शब्द तुमको सुनाई पड़े तब कहना, अबशालोम हेब्रोन में राजा हुआ। अबशालोम के संग 200 निमंत्रित यरूशलेम से गए कि वे सीधे मन से उनका भेद बिना जाने गए। फिर जब अबशालोम यह यज्ञ हुआ तब उसने गिलवासी अहीतोपेल को, जो दाऊद का मंत्री था, बुलाया भेजा कि वह अपने नगर की गीलो से आए। इस प्रकार राजद्रोह को कोष्ठी ने बल पड़ा, क्योंकि अबशालोम के पक्ष के लोग बराबर बढ़ते गए। देखिए यहाँ पर बोलने का अर्थ क्या है कि अबशालोम ने बहुत गलत रीति में अपने पिता के खिलाफ में वो सिंहासन छीनने के लिए ഉപായ നികാല ഇവിടെ പറയാൻ വാക്യങ്ങൾ പറയുന്ന ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കണം. അവിടെ അബ്ശാലോം എങ്ങനെ തന്ത്രപൂർവ്വം അവന്റെ പിതാവിന്റെ വിരുദ്ധമായിട്ട് ആ രാജ്യത്തിന്റെ സിംഹാസനം എടുക്കാൻ വേണ്ടി അവൻ ശ്രമിച്ചു. वास्तव में एक सीधा चाल चलना चाहिए था, लेकिन उसने टेढ़ा मार्ग अपनाया. അവൻ നോക്കുവാണെങ്കിൽ അവൻ നേരെ വഴിയിലായിരുന്നു നടക്കേണ്ടി. എന്നാൽ അവൻ നേരെ നടക്കാതെ വളഞ്ഞ് തെറ്റതായിട്ട് നടന്നു. शायद क्योंकि दावीद को उसके प्रति बहुत प्रेम था. ദാവീദിനോ അവന്റെ വിഷയത്തിൽ ഭയങ്കര സ്നേഹം ഉണ്ടായിരുന്നു. वो अगला राजा बनना चाहिए करके उसकी इच्छा भी था. ദാവീദിന് ആഗ്രഹമായിരുന്നു അടുത്ത രാജാവ് അബ്ശാലോം ആകണമെന്ന്. लेकिन प्रभु का योजना नहीं था. ദൈവത്തിന്റെ ഹിതം അങ്ങനെയല്ലായിരുന്നു. और वो एकदम गलत मार्ग भी अपनाया. അവൻ തെറ്റായ വഴി അവർ അന്വേഷിച്ചു. आखिर उसका मृत्यु क्या हुआ, कैसे हुआ, आपको मालूम. അതിന് പിന്നെ അവസാനം അവന്റെ അന്തം എന്താണെന്ന് നിങ്ങൾ അറിയാലോ. कैसे हुआ? फिर एक बात, ये जो घमंड जो है ना, ये जो अटीला जो स्वभाव है, कितना विनाश की ओर ले जाता है. അതിനോട് പ്രിയപ്പെട്ട ഈ അഹങ്കാരമുള്ള സ്വഭാവം, ഈ വിരുദ്ധമായ സ്വഭാവം, ഈ മത്സരിയുള്ള സ്വഭാവം അത് നാശത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. शैतान का काम हमेशा मतलब अंधेरे लाना है. കാരണം പിശാചിന്റെ സ്വഭാവം എന്ന് പറയുന്നത് എപ്പോഴും അവൻ ഇരുട്ടും കൊണ്ടുവരണം എന്നാണ് അവന്റെ ആഗ്രഹം. मनुष्य को कैसे भी अंधेरे में देखना. മനുഷ്യനെ എപ്പോഴും അവൻ വെളിച്ചത്തിലല്ല ഇരുട്ടിൽ കൊണ്ടുവരാൻ അന്ധകാരത്തിൽ വെക്കണം എന്നാണ്. हम एक समय में अंधकार था നമ്മൾ ഒരു സമയത്ത് നമ്മൾ അന്ധകാരമായിരുന്നു, और अंधकार में भी था, നമ്മൾ അന്ധകാരത്തിലും നമ്മൾ വസിച്ചായിരുന്നു. लेकिन हम अभी ज्योति में हैं. എന്നാൽ ഇപ്പോൾ നമ്മൾ വെളിച്ചത്തിലാണ്. और एक प्रकार हमें प्रभु ने हमें ज्योति बनाया. ഒരു അർത്ഥത്തിൽ നമ്മൾ നോക്കുകയാൽ ദൈവം നമ്മളെ വെളിച്ചമാക്കി വെച്ചേക്കുവാണ്. देखो, अंधकार हमेशा किसको बताता है? न्याय को बताता है. അന്ധകാരം അല്ലെങ്കിൽ ഇരുട്ടെന്ന് പറയുമ്പോൾ എപ്പോഴും ന്യായവിധിയാണ് കാണിക്കുന്നത്. Praise the Lord. जिस व्यक्ति अभी भी अंधकार में पड़े हैं, वो एक प्रकार न्याय में पड़े हैं. ഒരു അർത്ഥത്തിൽ അന്ധകാരത്തിൽ വസിക്കുന്നവർ ഒരു അർത്ഥത്തിൽ പറഞ്ഞ എപ്പോഴും ഒരു ന്യായവിധിയിൽ വസിക്കുവാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. आपको मालूम है, जब मिस्र में जब वादा भेजा, നമുക്കറിയാലോ മിസ്ര ദേശത്തിൽ അവർക്ക് അസുഖം വന്നപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് പിന്നെ ദൈവം വാദകളെ അയച്ചു. ദൈവം അവരെ വാദങ്ങൾ അയച്ചപ്പോൾ उस समय में एक वादा क्या था? അതിൽ നിന്ന് ഒരു വാദം എന്തായിരുന്നു? अंधेरा था, ഇരുട്ടായിരുന്നു അവിടെ. जब उसका 10 अध्याय का 21-22 हो जाता. അതിന്റെ 10-ാം അധ്യായം എക്സോഡസ് ചാപ്റ്റർ 10 verse 21-22 यहाँ पर ये बात मतलब परमेश्वर का न्याय को दिखाता है. ഇവിടെ ഒരർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിന്റെ ന്യായവിധിയിലാണ് കാണിക്കുന്നത്. 21-22 पढ़ना. അതിൽ 21-22 फिर यहोवा ने मूसा से कहा, अपना हाथ आकाश की ओर बढ़ा कि मिस्र देश के ऊपर अंधकार छा जाए, ऐसा अंधकार कि टिटोल न जा सके. तब मूसा ने अपना हाथ आकाश की ओर बढ़ाया, सारे मिस्र देश में 3 दिन तक घोर अंधेरा छा रहा. देखा, यहाँ पर हम देखते हैं कि मिस्र में प्रभु ने भेजा हुआ एक बड़ा न्याय था, अंधकार. ഇവിടെ കർത്താവ് ഇവിടെ മിസ്ര ദേശത്തിൽ ഒരു ന്യായവിധിയായി അയച്ചത് ഒരു കാര്യമായിരുന്നു 3 ദിവസത്തേക്കുള്ള ഘോരമായ അന്ധകാരം. आपको मालूम है, महाक्लेश में भी ये बात होने वाला है. നമുക്കറിയാമല്ലോ ഉപദ്രവ സമയത്ത് ഇത് നടക്കുന്ന ഒരു കാര്യമായിരിക്കും. जब प्रकाशित वाक्य उसकी 16 अध्याय, റെവലേഷൻ വെളിപ്പാട് 16-ാം അധ്യായം उसका 10 वचन पढ़ा. रेवलेशन चैप्टर 16 वर्स 10. पांचवें स्वर्गदूत ने अपना कटोरा उस पशु के सिंहासन पर उंडेल दिया और उसके राज्य पर अंधेरा छा गया. देखा, वहां पर सब अंधेरा आ गया. അവിടെ എല്ലാം ഇരുട്ട് വന്നു. प्रियो, महाक्लेश के दिनों में ये भयंकर अंधेरे का अनुभव आएगा. മഹാക്ലേശം ഉപദ്രവ സമയത്തും ഏറ്റവും വലിയ ഒരു അന്ധകാരമായി ഇരുട്ടാകുന്ന അവസ്ഥ അവിടെ വരും. तो ये अंधकार किसको बताता അപ്പൊ है? ഈ ഇരുട്ട് എന്തിനാ കാണിക്കുന്നത്? न्याय को बताता है. ന്യായവിധിനെയാണ് കാണിക്കുന്നത്. है ना? अभी आपको मालूम है दुनिया का अवस्था क्या था? അപ്പൊ നമുക്കറിയാലോ ലോകത്തിന്റെ അവസ്ഥ എന്തായിരുന്നു. ये दुनिया को प्रभु ने जब नया बनाया, ഈ ലോകത്തിന് ദൈവം പുതിയതായിട്ട് ഉണ്ടാക്കിയപ്പോൾ उस समय की दुनिया की अवस्था क्या था? ആ സമയത്ത് ഭൂമിയുടെ അവസ്ഥ എന്തായിരുന്നു? अंधकार था. ആ സമയത്ത് എല്ലാം അന്ധകാരമാണ്, ഇരുട്ടായിരുന്നു. है ना? जब हम उत्पत्ति में हम जब पढ़ता है, उत्पत्ति उसका 1 अध्याय का 2 वचन, ഉൽപ്പത്തി പുസ്തകം 1-ന്റെ 2-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ पृथ्वी बेडौल और सुनसान पड़ी थी और गहरे जल के ऊपर अंधेरा था. देखो,
गहरा जल के ऊपर अंधेरा था। അവിടെ ആ വെള്ളത്തിന്റെ മേളില് അന്ധകാരമായിരുന്നു. प्रियो, यहाँ पर एक बात मैं आपको बताना चाहता हूँ। ഇവിടെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, अंधेरा हमेशा मृत्यु को भी दिखाता है। ഇരുട്ടെന്ന് പറയാ അല്ലെങ്കിൽ അന്ധകാരം എന്ന് പറഞ്ഞാൽ മരണത്തെയും കാണിക്കും. Praise the Lord. अंधकार मृत्यु को, अभी आपको मालूम है ना, नरक एकदम घोर अंधकार है। നമ്മള് നരകത്തിനെ നമ്മൾ നോക്കി കഴിഞ്ഞാലും അവിടെ ഘോരമായ ഇരുട്ട് അന്ധകാരം കാണും. वो मृत्यु को बताता है। അത് മരണത്തെ കാണിക്കുന്നു. मृत्यु का अर्थ भी आपको मालूम है ना। മരണത്തിന്റെ അർത്ഥം നിങ്ങൾ അറിയാലോ. हम प्रभु से हमेशा के लिए अलग हो जाना। നമ്മൾ ദൈവത്തിൽ നിന്ന് എന്നേക്കും നമ്മൾ ദൂരെയായി പോവാ. प्रेज द लॉर्ड। Praise the Lord. मृत्यु के बारे में आपको मालूम है, इसलिए मैं उस विषय की ओर इतना नहीं जाना चाहता हूँ। ഈ കാര്യങ്ങൾ വിഷയങ്ങൾ അറിയാമല്ലോ, അതുകൊണ്ട് ഞാൻ ആഴമായിട്ട് അതിൽ പോകുന്നില്ല. लेकिन यहाँ पर एक बात मैं आपको खास समझाना चाहता हूँ। എന്നാൽ ഇവിടെ ഒരു കാര്യം ഞാൻ എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, इस अंधकार, अभी आपको मालूम है सारा पृथ्वी में क्या था। അപ്പൊ നമുക്ക് അറിയാലോ മൊത്തം ഭൂമിയിൽ എന്തുകൊണ്ടായിരുന്നു, वहां पर अंधकार थे അവിടെ മൊത്തം ഇരുട്ടായി അന്ധകാരമായി. और पृथ्वी सारा पानी से ढके हुए थे। എന്നിട്ട് ഭൂമി മൊത്തം വെള്ളത്താൽ നിറഞ്ഞിരിക്കുമായിരുന്നു. ये पानी भी यहाँ पर किसको बताता ഈ है? വെള്ളവും ഇവിടെ എന്തുവാ കാണിക്കുന്നത്, मृत्यु को दिखाता है। അവിടെ മരണത്തിനാണ് കാണിക്കുന്നത്. ये जो समुद्र या इस प्रकार का पानी दो प्रकार बताता है। पानी एक प्रकार मानव जीवन को भी बताता है, लेकिन दूसरा साइड से वो मृत्यु को बताता है। വെള്ളത്തിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. ചില വാക്യം നമ്മൾ വായിക്കുമ്പോൾ വെള്ളം ജീവനെയും കാണിക്കുന്നു, എന്നാൽ ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ വെള്ളം മരണത്തെയും കാണിക്കുന്നു. यहाँ पर समुद्र या यहाँ की जो पानी वो मृत्यु को दिखाता है। ഇവിടുത്തെ വെള്ളം, ഈ വാക്യത്തിൽ വെള്ളം അല്ലെങ്കിൽ സമുദ്രം നമ്മൾ നോക്കുമ്പോൾ അത് മരണത്തിനാണ് കാണിക്കുന്നത്. तो यहाँ पर क्या हुआ, ഇവിടെ എന്ത് പറ്റി? आप और एक बार दूसरा वचन पढ़िएगा। അത് രണ്ടാം വാക്യം പിന്നെ വായിക്കുമ്പോൾ, पृथ्वी बेडौल और सुनसान पड़ी थी। देखो यहाँ पर पृथ्वी की अवस्था क्या हो गया था, ഭൂമിയുടെ അവസ്ഥ എന്തായി മാറി? बेडल और सुनसान सुनसान पड़ी थी। एक्चुअली मानो ऐसा बन गया करके आना चाहिए। അത് മലയാളത്തിൽ വായിക്കാം. ആ രണ്ട് ശബ്ദം. അത് പാഴായും ശൂന്യമായിരുന്നു. പാഴായും ശൂന്യമായി ഇരുന്നു എന്ന് നമ്മൾ വായിക്കുമ്പോൾ പാഴും ശൂന്യം ആയി പോയി എന്നാണ് വാക്യത്തിന്റെ അർത്ഥം വരേണ്ടത്. ആയിത്തീർന്നു. ആയിത്തീരുന്നു. तो अभी यहाँ इसमें भी थोड़ा सा उसमें मतलब उसका ओरिजिनल भाषा में थोड़ा इसमें फर्क है। ഒറിജിനൽ ഭാഷയിൽ ഇച്ചിരി വ്യത്യാസമുണ്ട്. वो पृथ्वी ऐसा बन गया, പാഴും ശൂന്യം ആയിപ്പോയി. प्रभु ने इस पृथ्वी को क्यों बनाया था? കാരണം ദൈവം ഈ ഭൂമിയിൽ എന്തോ ഉണ്ടാക്കിയത്, इसमें रहने के लिए बनाया था। ഇതിന് വസിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. देखो रहने के लिए बनाने वाला पृथ्वी कैसे होना चाहिए? എന്നാൽ ഈ വസിക്കാനുള്ള ഭൂമി അതിന്റെ അവസ്ഥ എന്തായി മാറി? शायद यशायाह 45 अध्याय में ഐസായ 45 ഐസായ 45 उसका 18 वचन, അതിന് 18 വാക്യം, यशायाह 45 का 18 वचन। 45:18. क्योंकि यहोवा जो आकाश का सृजनहार है वही परमेश्वर है। उसी ने पृथ्वी को रचा और बनाया, उसी ने उसको स्थिर भी किया। उसी ने उसे सुनसान रहने के लिए नहीं परंतु बसने के लिए रचा है। वही यो कहता है, मैं यहोवा हूँ, मेरे सिवा दूसरा कोई नहीं है। इसका मतलब क्या है कि ഇതിന് അർത്ഥം എന്താണ്? परमेश्वर ने इस पृथ्वी को रहने के लिए बनाया है, तो ये अवस्था नहीं बन सकता। അപ്പൊ കർത്താവ് ഭൂമിനെ ഉണ്ടാക്കുമ്പോൾ അതിന് വസിക്കാനുള്ള രീതിയിലാണ് ദൈവം ഉണ്ടാക്കിയത്. അങ്ങനെയാണെങ്കിൽ അത് പാഴും ശൂന്യമാകാതിരിക്കാൻ പറ്റത്തില്ല. वास्तव में ये जो उत्पत्ति की किताब एक दो वचन को भी पढ़ने के लिए समझने के लिए हमको बहुत आत्मा का सहायता चाहिए। കാരണം പ്രിയപ്പെട്ട ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 1-2 വാക്യം വായിക്കാൻ തന്നെ അത് വായിച്ചിട്ട് മനസ്സിലാക്കാനുള്ള അതിന് ആഴമായ അർത്ഥം മനസ്സിലാക്കലേ ആത്മാവിന്റെ സഹായം വേണം. बहुत अच्छी रीति में पवित्र आत्मा की हमें सहायता मिलेगा, तभी इसका प्रकाश मिलेगा। കാരണം നല്ല രീതിയിൽ ആത്മാവിന്റെ പ്രകാശം നമുക്ക് കിട്ടിക്കഴിഞ്ഞാലേ വാക്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. क्योंकि आपको मालूम है पृथ्वी को परमेश्वर जो भी बनाता है उसके पीछे प्रभु का बड़ा उद्देश्य है। കാരണം ഭൂമിയിലെ ദൈവം ഒരു കാര്യത്തെ ഉദ്ദേശത്തിന് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അതിന് പുറകിലുള്ള ഉദ്ദേശ രീതിയിലാണ് ഉണ്ടാക്കിയത്. प्रभु ने मानव रहने के लिए बनाया, അതിന് അവിടെ വസിപ്പാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടെ താമസിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ഉണ്ടാക്കിയത്. इसका और भी एक गहराई समझने के लिए इय्योब की किताब आप 38 अध्याय में आइए। ഇയ്യോബിന്റെ പുസ്തകം 38-ാം അധ്യായത്തിൽ നമ്മൾ വരുവാണെങ്കിൽ ജോബ് ചാപ്റ്റർ 38 उसका 4 वचन से पढ़ना। അതിന്റെ 4-ാം വാക്യം, जब पृथ्वी की बनावटी या पृथ्वी को बनाने के समय की अवस्था के बारे में यहाँ पर ये बात थोड़ा और प्रकाश देगा। അവിടെ ലോകത്തിനെ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഭൂമിയെ ഉണ്ടാക്കുമ്പോൾ അതിന്റെ തുടക്ക അവസ്ഥ എന്താ അത് ഇച്ചിരി ആഴമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. जब मैंने पृथ्वी की नींव डाली तब तू कहाँ था? यदि तू समझदार हो तो उत्तर दे। उसकी नाप किसने ठहराई? या तू बहुत अब जैसे हम बिल्डिंग बनाने के टाइम पर नाप लेता है, नाप करके हम बनाता है। നമ്മൾ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുവാണെങ്കിൽ നമ്മൾ എപ്പോഴും അളക്കം ചെയ്യില്ല, അതിന് അളക്കുമല്ലോ. इसी प्रकार इसको बड़ा उद्देश्य के साथ नाप करके बनाया। അതുകൊണ്ടാണ് കർത്താവ് ഭൂമിനെ ഉണ്ടാക്കുമ്പോൾ അതിനെ അളന്ന് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്. आगे
उसकी नाप किसने ठहराई? क्या तू जानता है? उस पर किसने सूत खींचा? हाँ। उसकी नींव कौन सी वस्तु पर रखी गई? हाँ। या किसने उसे कोने का पत्थर बिठाया? जबकि भोर के तारे एक संग आनंद से गाते थे। देखिए, अभी इस पृथ्वी बनाने के समय में पृथ्वी की देख करके भोर के ताराए बड़ी खुशी मनाया। അപ്പൊ ഭൂമിയുടെ കർത്താവ് ഉണ്ടാക്കാൻ നേരത്തും ഉദയ നക്ഷത്രങ്ങൾ അവർ സന്തോഷിച്ചു. हाँ, और परमेश्वर के सब पुत्र जय जयकार करते थे। यहाँ पर परमेश्वर का पुत्र करके जो कहा है स्वर्गदूतों के बारे में लिखा ഇവിടെ है। ദൈവപുത്രന്മാരെന്ന് പറയുന്നത് സ്വർഗദൂതന്മാരെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. उस समय में मनुष्य नहीं കാരണം ആ സമയത്ത് മനുഷ്യനില്ലായിരുന്നു. वो ना पृथ्वी को बनाने से पहले परमेश्वर ने दूतों को बनाया। കാരണം ഭൂമിനെ ഉണ്ടാക്കുന്ന മുമ്പേ തന്നെ ദൈവം ദൂതന്മാരെ ഉണ്ടാക്കിയാണ്. तो वहां पर ये सारे स्वर्गदूत पृथ्वी की महनीयता को शुद्धता को देख करके खुशी मनाया। അപ്പൊ ആ സമയത്ത് ദൈവം ഈ ഭൂമിനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദൂതന്മാരും ഉദയ നക്ഷത്രങ്ങളും കണ്ടിട്ട് അവർ തുള്ളിച്ചാടി സന്തോഷിച്ചു. आप देखिए, അപ്പൊ നോക്കിക്കേ, वहां पर इतना सुंदर रीति में प्रभु ने इस पृथ्वी को बनाया। അപ്പൊ എത്ര സുന്ദരമായ രീതിയിലാണ് ദൈവം ഈ ഭൂമിനെ ഉണ്ടാക്കുന്നത്. वो सुंदर बनाया, ഒത്തിരി സുന്ദരമായിട്ട് ഉണ്ടാക്കി. लेकिन फिर क्या हो गया? फिर यहाँ पर अंत में हम उत्पत्ति की किताब में हम देखते हैं कि वो क्या बन गया। എന്നാൽ ആ ഭൂമിയുടെ അവസ്ഥ എന്തായി മാറിയതാണ് ഒന്നാം അദ്ദേഹത്തിന് 2-ാം വാക്യത്തിൽ വായിക്കുന്നത്. वो शून्य बन गया, അത് ശൂന്യമായി മാറി. वो बूढ़ल हो गया, അത് बेडोल बेडल हो गया, बेडल हो गया, അതിന് वो बेडल हो गया, और सुनसान सुनसान पड़ी थी। അത് സുൽസാൻ അല്ല ആരിലും വസിപ്പാൻ പറ്റാത്ത ഒരു അവസ്ഥയായി മാറി. इसका मतलब क्या है? അതിനർത്ഥം എന്താ? उससे पहले वहां पर मतलब और वो पानी से ढक गया। എന്നിട്ട് അത് വെള്ളത്താൽ നിറഞ്ഞിരുന്നു. आपको मालूम है पानी वहां पर आने का कारण क्या है? നിങ്ങൾക്ക് അറിയാമല്ലോ വെള്ളം വരാനുള്ള കാരണം എന്തായിരുന്നു? हमने देखा वो न्याय का चिन्ह है। നമ്മൾ അത് കണ്ടല്ലോ, അത് ന്യായത്തിന്റെ ഒരു ചിഹ്നമാണ്. इसका मतलब അതിനർത്ഥം उस पृथ्वी में रहने वाला पाप से भरने के कारण प्रभु ने उस पर न्याय किया। वो न्याय के कारण सारा पृथ्वी को प्रभु ने पानी में ढक दिया। ആ സമയത്തുള്ള ജീവികൾ അവർ പാപത്തിൽ വസിച്ചോണ്ട് ആ സമയത്ത് ദൈവം വെള്ളം കൊണ്ട് മൊത്തം ഭൂമിയെ ന്യായം വിധിച്ചു. देखिए, നോക്കിക്കേ, है ना, उस समय में मतलब इस पृथ्वी में रहने वाले लोगों का पाप का भयानकता का कारण प्रभु ने न्याय किया और न्याय के द्वारा पानी के द्वारा नष्ट किया। इसलिए वो पानी से वो पूरा पृथ्वी को ढक दिया। ആ സമയത്തുള്ള ജനങ്ങളുടെ ജീവികളുടെ പ്രത്യേക അവർ പാപത്തിൽ നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് ദൈവം അവരെ വെള്ളം കൊണ്ട് ന്യായം വിധിച്ചിട്ട് ലോകം മൊത്തം വെള്ളത്തോട് നിറഞ്ഞു. इसका मतलब क्या हुआ? അതിനർത്ഥം എന്താണ്? वहां पर अंधेरा भी छाया गया। അവിടെ ഇരുട്ട് അന്ധകാരവും വന്നു. लेकिन हम देखते हैं പക്ഷെ നമ്മൾ അവിടെ നോക്കുന്നത് उसी दूसरे वचन के आखिरी में അതിന് 2ന്റെ അവസാന വാക്യത്തിൽ प्रभु की आत्मा उस पानी के ऊपर मंडला रहा था। मंडरा रहा था। ദൈവത്തിന്റെ ആത്മാവ് ആ വെള്ളത്തിന്റെ മേളിൽ പ്രവർത്തിച്ചോണ്ടിരുന്നു. ये एक बहुत बड़ा हमें आशा देने वाली बात है। ഈ വാക്യത്തിൽ പറയുന്നത് നമുക്ക് നല്ല പ്രത്യാശ തരുന്ന ഒരു കാര്യമാണ്. इतना न्याय होने के बावजूद भी ഇത്രയും വലിയ ന്യായവിധി വന്നു കഴിഞ്ഞിട്ടും प्रभु की आत्मा उस पानी के ऊपर मंडलाते रहा। ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ വെള്ളത്തിന്റെ മേളിൽ പ്രവർത്തിച്ചോണ്ടിരുന്നു. इसका मतलब क्या है? അതിനർത്ഥം എന്താണ്? आपको मालूम है ये जो मंडलाने का अर्थ अभी ये कैसा बन गया? ഇത് എങ്ങനെയായി മാറി? ये सुंदर था ഇത് സുന്ദരമായിരുന്നു, परंतु ऐसे बन गया। എന്നാൽ ഇങ്ങനെ ആയി മാറി, പാരിശൂന്യമായി ആയിപ്പോയി. इसको समझने के लिए उत्पत्ति की किताब में लोत का पत्नी के बात अगर देखेगा तो वही शब्द यहाँ पर भी आया। उसका मतलब उत्पत्ति की किताब ഇതേ കാര്യം നമ്മൾ ലോത്തിന്റെ ഭാര്യയായ അവസ്ഥ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഇതേ വാക്കുകളാണ് അവിടെ ഉപയോഗിക്കപ്പെടുന്നത്. അവിടെ उसका 19 अध्याय 19-ാം അധ്യായം 26 वचन അതിന്റെ 26-ാം വാക്യം. या 19:26. लूत की पत्नी ने जो उसके पीछे थी दृष्टि फेर के पीछे की ओर देखा और वह नमक का खंभा बन गई। बन गया। हाँ, देखा ये जो बन गया, अभी पृथ्वी की अवस्था ऐसा बन गया, ऐसा कोई शब्द यहाँ पर भी आया है। അപ്പൊ ഉപ്പിട്ട് തൂണായി മാറി. അങ്ങനെ അതേപോലെ വാക്കാണ് 2-ാം അധ്യായത്തിൽ ലോകം ഭൂമി ശൂന്യമായി മാറി. लोत का पत्नी नमक का खंभा नहीं था, ലോത്തിന്റെ ഭാര്യ എന്ന് പറയുമ്പോൾ ഒരു സമയത്ത് ഉപ്പിന്റെ തൂണല്ലായിരുന്നു. पर वो बन गया। എന്നിട്ട് അവൾ ഉപ്പിന്റെ തൂണായി മാറിപ്പോയി. മാറിപ്പോയി. इसी प्रकार അതേപോലെ पृथ्वी का अवस्था ऐसा बन गया। ഈ ഭൂമിയുടെ അവസ്ഥ അത് അങ്ങനെ ആയി ശൂന്യമായി മാറി. वो बेडुल और शून्य बन गया। അത് ശൂന്യമായി മാറി. वो ऐसा नहीं था, ആദ്യം അങ്ങനെ അല്ലായിരുന്നു. वो सुंदर था। ഒത്തിരി സുന്ദരമായിരുന്നു. तो इसके बीच में वो पाप आकर रहने का, അല്ല അതിനിടയിൽ പാപം വന്ന് വസിക്കുന്നുണ്ട്. इसलिए प्रभु ने उसको नाश किया.
അതുകൊണ്ട് ദൈവം അതിനെ നശിപ്പിച്ചു. उस पृथ्वी को बिल्कुल नष्ट न होने के लिए क्या हुआ, पवित्र आत्मा उसके ऊपर मंडला था. എന്നാൽ ആ ഭൂമിയിൽ മൊത്തമായിട്ട് നശിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവോട് പ്രവർത്തിച്ചു. एक समय में आपको मालूम है हमारा भी जीवन ऐसे ही अंधकार में पड़े थे. പ്രിയപ്പെട്ടവരെ, ഒരു സമയം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥയ്ക്ക് നമ്മൾ ഇരുട്ടായിരുന്നല്ലോ. प्रभु ने क्या किया, ദൈവം എന്ത് ചെയ്തു? प्रभु की आत्मा हमारे जीवन में कार्य किया ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. और प्रभु के वचन प्रभु ने हमारे लिए भेजा. എന്നിട്ട് ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിൽ അയച്ചു. और प्रभु ने हमसे ये अंधकार दूर किया. എന്നിട്ട് ദൈവം നമ്മളിൽ നിന്നുള്ള അന്ധകാരത്തിനെ മാറ്റി हमें नया बनाया. നമുക്ക് പുതിയതാക്കി. देखिए उसके लिए प्रभु ने क्या किया. അതിന് ദൈവം എന്ത് ചെയ്തു? वही बात जो मानव जाति का उद्धार के लिए प्रभु ने दिया हुआ एक वचन आपको याद होगा, जब यूहन्ना का सुसमाचार 16 अध्याय का 8 से 11. മനുഷ്യരാശിക്ക് വേണ്ടി രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള വിഷയത്തില് യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായം 8 തൊട്ട് 11 വരെ. ജോൺ 16:8-11. यदि वह आकर संसार को पाप और धार्मिकता और न्याय के विषय में निरुत्तर करेगा. पाप के विषय में इसलिए कि वे मुझ पर विश्वास नहीं करते, और धार्मिकता के विषय में इसलिए कि मैं पिता के पास जाता हूँ और तुम मुझे फिर न देखोगे. न्याय के विषय में इसलिए कि संसार का सरदार दोषी ठहराया गया है. देखिए यहाँ पर का विषय बहुत अच्छा रीति में समझना. ഇവിടുത്തെ വിഷയം നമ്മൾ ആഴമായിട്ട് മനസ്സിലാക്കണം. यहाँ पर क्या है, पवित्र आत्मा जब आएगा പരിശുദ്ധാത്മാവ് വരുമ്പോൾ वो क्या करेगा, അവൻ എന്ത് ചെയ്യും? पहले पाप के बारे में, ആദ്യം പാപത്തിനെ പറ്റി, पाप के बारे में उसका अर्थ क्या है, പാപത്തിനെ പറ്റി ബോധ്യം തരുന്ന പറഞ്ഞ അതിന്റെ അർത്ഥം എന്താണ്? आदम के संबंध में. അത് നമ്മൾ ആദാമിന്റെ വിഷയത്തിലായിരുന്നു. Praise the Lord. Amen. क्योंकि पाप कहाँ पर आरंभ हुआ, കാരണം ആ പാപം എവിടെയാണ് തുടങ്ങിയത്? एक मनुष्य के द्वारा. ഒരു മനുഷ്യൻ മുഖാന്തരം. रोमियो 5:12 में पढ़ता है. റോമാലേഖനം 5:12 റോമൻസ് 5:12 വായിക്കുന്നുണ്ട്. तो उस एक मनुष्य कौन है, वो ആ ഒരു മനുഷ്യൻ മുഖാന്തരം എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ ആരാണ്? आदम है. ആദാമായിരുന്നു. इसका मतलब അതിനർത്ഥം यहाँ पर पाप के बारे में, हम पापी है इसका बारे में हमें ज्ञान कौन देता है, पवित्र आत्मा. ഞാൻ പാപിയാണെന്നുള്ള ബോധ്യം തരുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. मैं आदम में रहेगा तो मैं पाप का मजदूरी मृत्यु पा करके नरक जाएगा, ये बात को मुझे समझाने वाला पवित्र आत्मा है. ഞാൻ ആദാമിലാണ്. ഞാൻ ആദാമിന്റെ മനുഷ്യായ മതിയിലായി തന്നെ പാപത്തിന്റെ ശമ്പളം മരണമായ ആ ന്യായവിധി എനിക്ക് വഹിക്കേണ്ടി വരുന്നുള്ള ബോധ്യം എനിക്ക് പരിശുദ്ധാത്മ മനസ്സിലാക്കി തരുന്നു. तो इसलिए प्रभु की आत्मा ये बताता है അതുകൊണ്ട് ദൈവാത്മാവ് എനിക്ക് പറഞ്ഞു തരുന്നത് पुत्र के बारे में, പുത്രനെ പറ്റി, पाप और धार्मिकता. പാപവും നീതിയും പറ്റി. अब ये पवित्र आत्मा दूसरा याद दिलाता है क्या है, രണ്ടാമത്തെ കാര്യം ബോധ്യപ്പെടുത്തുന്നത് എന്താണ്? पाप के बारे में बोलने के बाद धार्मिकता के बारे में. പാപത്തിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നീതിയെ പറ്റി പറഞ്ഞു. धार्मिकता मीन्स यीशु मसीह के बारे में. നീതി എന്ന് പറയാൻ കർത്താവ് യേശുക്രിസ്തുവിനെ പറ്റി. यीशु मसीह पर विश्वास करने के द्वारा तुम धर्मी बनेगा. യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ നീ നീതിമാനായി എണ്ണപ്പെടും. तुम्हारा पापों को प्रभु ने सूली पर उड़ा करके तुम्हारे लिए छुटकारा का कार्य कर दिया. കാരണം നിന്റെ പാപത്തിന് ദൈവം ക്രൂശിൽ വഹിച്ചിട്ട് നിന്നെ നീതിയായിട്ട് നിന്നെ വിടുവിച്ചു. तेरा पापों का भार प्रभु ने सूली पर उड़ा लिया. നിന്റെ പാപത്തിന്റെ ഭാരം ദൈവ ക്രൂശിൽ വഹിച്ചു. ये पवित्र आत्मा हमें इसका प्रकाश देता ഇത് है. ഇതിന്റെ ഇതിന്റെ വെളിപ്പാട് നമുക്ക് തരുന്നത്. कितना अनोखी बात है. എത്ര ശ്രേഷ്ഠ കാര്യമല്ലേ? हमारा आदाम का बारे में पवित्र आत्मा सिखाता है. അപ്പൊ എന്റെ ആദാമ്യ സ്വഭാവം അല്ലെങ്കിൽ ആദാമിന്റെ അവസ്ഥ എന്താ നമ്മൾ മനസ്സിലാക്കി തരും. वो हमें नरक में पहुंचाएगा, ये बात पवित्र आत्मा हमें यकीन दिलाता है. ഈ ആദാമിന്റെ സ്വഭാവം എന്നെ നരകത്തിലോട്ട് വലിച്ചോണ്ട് കൊണ്ടുപോകുന്നുള്ള അതിന് ബോധ്യം എനിക്ക് പരിശുദ്ധാത്മാവ് തരും. दोबारा हमें धार्मिकता के बारे में पवित्र आत्मा समझाता है. അത് കഴിഞ്ഞിട്ട് എനിക്ക് നീതിയെ പറ്റി എനിക്ക് വെളിപ്പെടുത്തി തരും. क्योंकि वो पापी मुझको मैं कितना भी कोशिश करेगा तो मैं समझ नहीं सकता. കാരണം ഈ പാപി ഞാൻ എത്ര പാപം ചെയ്താൽ എനിക്ക് മനസ്സിലാകത്തില്ല. परंतु प्रभु की आत्मा ये बात प्रकट करेगा. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് ഈ കാര്യം വെളിപ്പെട്ട് തന്നാൽ तो हमें यीशु मसीह की ज्ञान देता है. അപ്പൊ ദൈവത്തിനെ പറ്റിയിട്ടുള്ള ജ്ഞാനം അവൻ തരും. यीशु मसीह की ज्ञान मिलने के टाइम पर मेरा आंख खुल जाता है. യേശുക്രിസ്തുവിനെ പറ്റിയിട്ട് എനിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരുമ്പോൾ എന്റെ കണ്ണൊക്കെ തുറക്കപ്പെടും. तब मैं प्रभु यीशु को अपना दिल देता है. അപ്പോൾ ഞാൻ കർത്താവിന് എന്റെ ഹൃദയം ഞാൻ കൊടുക്കുന്നു. अगर ऐसा नहीं किया तो ഇങ്ങനെ ചെയ്തില്ലെങ്കിലോ पवित्र आत्मा आकर के पाप के बारे में, धार्मिकता के बारे में और न्याय के विषय में हमें ज्ञान देता है. ഈ കാര്യം മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ ദൈവാത്മാവ് എന്തോ ചെയ്യുന്നത്? ആദ്യം പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും പിന്നെ ന്യായവിധിയെ കുറിച്ചും നമുക്ക് ബോധം തരും. पहले पाप के बारे में ज्ञान दिया, ആദ്യം പാപത്തെ പറ്റി നമുക്ക് ബോധം തന്നു. इसके बाद में हमें धार्मिकता कैसे मिल सकता है वो बात का प्रभु ने मार्ग आत्मा ने प्रकाशित किया. ഇതിന് നമുക്ക് എങ്ങനെ നീതിമാനാകാൻ പറ്റും, നീതിയുടെ വഴി നമുക്ക് മനസ്സിലാക്കി തരും. अगर नहीं स्वीकारेगा तो ഈ രണ്ട് കാര്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ फिर शैतान का बारे में बताता है. പിശാചിന്റെ ന്യായവിധി ബന്ധ കാര്യം നമുക്ക് മനസ്സിലാക്കി തരും. शैतान के साथ तुझे अनंत काल नरक में जाना पड़ेगा. പിശാചിന്റെ കൂടെ നീ നിത്യ നരകത്തിൽ നീ പ്രവേശിക്കേണ്ടി വരും എന്നുള്ള അവസ്ഥ മനസ്സിലാക്കി തരും. क्या अनोखा बात.
എത്ര ശ്രേഷ്ഠ കാര്യമല്ലേ. पवित्र आत्मा ने हमारे लिए कितना बड़ा कार्य किया. പരിശുദ്ധാത്മാവ് എത്ര വലിയ വലിയ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടി ചെയ്യുന്നത്. ये दुनिया को बोलेगा तो सारा संसार के लोगों को. ഇത് ലോകത്തിലെ ജനങ്ങളിൽ വേണ്ടിയിട്ടുള്ള ലോകത്തിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറയുവാണ്. ये सारे मनुष्य को इसका बारे में ज्ञान देगा. ലോകത്തിൽ അവർ പാപത്തെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും നീതിയെ കുറിച്ചും ആ ലോകത്തിലുള്ളവരെ മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട്. प्रभु हमारे जीवन में आकर के जैसा अंडे के ऊपर मुर्गी बैठता है ऐसा पवित्र आत्मा कितना दिन से हमारे जीवन में काम किया प्रियो ये प्रकाश हमें मिलने के लिए. പ്രിയപ്പെട്ടവർ ഒരു നോക്കാലോ ഒരു മുട്ടയുടെ മേളിൽ കോഴി എങ്ങനെ ഇരുന്നിട്ട് അതിന് വിരിയിക്കാൻ വേണ്ടിയിട്ട് എത്ര ദിവസങ്ങൾ ഇരിക്കുന്നു. അതേപോലെ നമുക്ക് ഈ ദൈവിക കാര്യങ്ങൾ ദൈവത്തിന്റെ വചനങ്ങളുടെ കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എത്ര നാളും കൊണ്ട് നമ്മുടെ മേളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. नॉर्मल मला अंडा मला मुर्गी बच्चा आने के लिए 21 दिन बोलता है. ऐसा है तो प्रभु के आत्मा ने कितना दिन हमारे ऊपर मंडलाता रहा. तब जाकर के हमें पाप का ज्ञान आकर के धार्मिकता मिलने के लिए यीशु मसीह के और हम मुड़ा. അതൊരു പ്രിയപ്പെട്ട സാധാരണ രീതിയിൽ ഒരു കോഴി മുട്ടയുടെ മേളിൽ ഇരിക്കുമ്പോൾ 21 ദിവസം കഴിഞ്ഞിട്ടാണ് ആ മുട്ടയെ വിരിയുന്നത്. അതേപോലെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേളിൽ എത്ര ദിവസങ്ങളും വർഷങ്ങളോട് നമ്മുടെ മേളിനുള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. നമ്മളെ പാപത്തെ കുറിച്ചും ബോധ്യപ്പെടുത്തി നമ്മൾ നീതിമാനായ കർത്താവ് യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചാൽ അവനെ പോലെ നീതിമാനാകുന്നുള്ള കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തോണ്ടിരിക്കുവായിരുന്നു. कितना अनोखी बात है. എത്ര ശ്രേഷ്ഠ കാര്യമല്ലേ. मैं आपको बोलना चाहता हूँ उत्पत्ति का वो जो वचन जो शुरू से अगर हम पढ़ेगा तो कितना गहरी बात हमारे लिए छाया में लिखा हुआ है. അതുകൊണ്ട് പ്രിയപ്പെട്ട ആ ഉൽപ്പത്തി പുസ്തകം തന്നെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ മനസ്സിലാക്കാനുള്ള ഛായ രീതിയിലാണ് അത് എഴുതിയിരിക്കുന്നത്. आपको मालूम है प्रभु ने जो वहां पर जो भी कार्य मतलब सृष्टि करने के बाद में जो बनाया वो सब नया नियम के मंडली के लिए सीखने वाला बहुत गहरी बात है. അതുകൊണ്ട് പ്രിയപ്പെട്ട ആ പുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം സൃഷ്ടിനെ പറ്റി എഴുതിയ കാര്യങ്ങൾ അതെല്ലാ കാര്യങ്ങൾ പുതിയ നിയമത്തിലെ സഭയ്ക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് അത് എഴുതിയിരിക്കുന്നത്. हमारा मंडली जीवन में आत्मिक जीवन का उन्नति का अच्छा चित्र उल्पत्ति में आपको अच्छी तरह मिलेगा. നമ്മുടെ സഭാ ജീവിതത്തിൽ വേണ്ടിയിട്ട് നല്ല വളർച്ചയ്ക്കുള്ള ഉന്നതിയുള്ള നല്ല കാര്യങ്ങളുള്ള ഒരു ചിത്രം ഉൽപ്പത്തിന്റെ പുസ്തകം 1-ാം അധ്യായം നമുക്ക് കാണാൻ പറ്റും. मैं आपको बताना चाहता हूँ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് आज प्रभु का कितना बड़ा अनुग्रह प्रेम हमको मिला. ഇന്ന് കർത്താവിന് എത്ര വലിയ അനുഗ്രഹം സ്നേഹവും നമുക്ക് കിട്ടി. हम प्रभु को कितना आभारी होना നമ്മൾ चाहिए. കർത്താവിന് എത്ര നന്ദിയോട് നമ്മൾ സ്തുതിക്കണം. प्रभु ने हमें एक नया सृष्टि बनाया. ദൈവം നമ്മൾ ഒരു പുതിയ സൃഷ്ടിയാക്കി. प्रभु ने हमें उसका संतान बनाया. ദൈവം അവന്റെ മക്കളാക്കി. आज अब्बा पिता कहते हुए उसके पास आने के लिए हमें लायक बनाया. ഇത് നമ്മളെ അബ്ബാ പിതാവേ എന്ന് വിളിക്കാനുള്ള അവസ്ഥയിൽ നമ്മൾ വെച്ചിട്ട് അവന്റെ അടുത്തോട്ട് നമ്മൾ വിളിക്കുവാണ്. एक समय हम अंधकार थे. ഒരു സമയത്ത് നമ്മൾ ഇരുട്ടായിരുന്നു. हम अंधकार में थे. നമ്മൾ ആ അന്ധകാരത്തിൽ വസിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. शैतान हम पर प्रभुता कर रहे थे. പിശാച് നമ്മുടെ മേളിൽ അധികാരം ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. मृत्यु हमारे ऊपर राज कर रहे थे. മരണം നമ്മുടെ മേൽ വസിക്കുവായിരുന്നു. परंतु प्रभु ने हमें बचाया. അല്ലെ കർത്താവ് നമ്മെ രക്ഷിച്ചു. प्रभु के आत्मा हमारे जीवन में कार्य की. ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. मैं प्रभु को बहुत धन्यवाद देता हूं. ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. ये सच्चाई का मतलब और भी हमें गहराई में जाना है. ഈ വചനത്തിന്റെ ഇനി ആഴങ്ങളിൽ നമ്മൾ പ്രവേശിക്കണം. प्रभु का इच्छा है तो आने वाले दिनों में ये जीवन का उन्नति के विषय में आपको अच्छा प्रकाश दे इस रीति में उत्पत्ति की किताब से आपको देने के लिए चाहता है. ദൈവത്തിന്റെ ദിവസങ്ങൾ വരുവാണെങ്കിൽ ഇത് ജീവിതത്തിന്റെ ഈ വലിയ സന്തോഷം ആഴമുള്ള കാര്യം ഉൽപ്പത്തി പുസ്തകം മുഖാന്തരം നിങ്ങൾ ഇനി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. इस जीवन में हम कैसे उन्नति पा सकते हैं. കാരണം ഈ ജീവനിൽ നമുക്ക് എങ്ങനെ വളർച്ച പ്രാപിക്കാൻ പറ്റും. क्योंकि हम जीवन पाने के बाद में जीवन की उन्नति पाना हर एक पवित्र लोगों को जरूरी है. കാരണം ജീവൻ നമുക്ക് കിട്ടി കഴിഞ്ഞിട്ട് ഈ ജീവനിൽ വളരാനുള്ള അവസ്ഥയിൽ നമ്മൾ നോക്കണം. Praise the Lord. Praise the Lord. वो प्रभु का सृष्टि से ही ये बात का एक छाया हम देखते हैं. അത് ദൈവത്തിന്റെ സൃഷ്ടിയിൽ തന്നെ ഇതിന്റെ ഒരു ചിത്രമായിട്ട് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാൻ പറ്റും. वो बात हमारे जीवन में हमें अनुभव करने के लिए वो जानकारी हमारे लिए बहुत मदद करेगा. ഈ കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവമായിരിക്കാൻ വേണ്ടിയിട്ട് ആ പുസ്തകം നമ്മൾ ഒത്തിരി സഹായിക്കും. Praise the Lord. Praise the Lord. प्रभु को बहुत धन्यवाद देता हूँ. ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. प्रियो हमारा प्रभु ने इतना बड़ा प्रेम हमें दिया है. കാരണം ഈ ദൈവം നമ്മളിൽ എത്ര വലിയ സ്നേഹമാണ് നമുക്ക് തന്നത്. है ना. सच्चा प्रभु के साथ नाता जोड़कर जीने का बड़ा कृपा. സത്യ ദൈവമായിട്ട് ഒരു ആഴത്തിൽ ഒരു റിലേഷനിൽ വരാൻ ഒരു ആഴമായ കാര്യം നമ്മളോട് സംസാരിച്ചു. प्रभु की आत्मा ने हमारे जीवन में काम किया. ദൈവത്തിന്റെ ആത്മാ നമ്മളിൽ പ്രവർത്തിച്ചു. इस आत्मा का अधीन थे. ഈ ആത്മാവിന് അധീനമായിരിക്കാം. उस आत्मा पाए हुए लोग उस आत्मा के अनुसार चले. ഈ ആത്മാവ് പ്രാപിച്ചവർ ആ ആത്മാവിനനുസരിച്ച് ജീവിക്കാം. हमेशा वो आत्मा का फल हमारे में दिखाई दे. എപ്പോഴും ആ ആത്മാവിന്റെ ഫലം നമ്മളിൽ പ്രകടമായി നിൽക്കാൻ നമ്മൾ അവസരം കൊടുക്കണം. प्रभु आप सबको आशीष दे. ദൈവം നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. प्रभु आने वाले दिनों में और भी गहराई में जाने के लिए हम सबको सहायता करें. വരുന്ന ദിവസങ്ങളിൽ ദൈവം ഇനി ആഴമായി സംസാരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. रोज का मीटिंग आप बहुत प्रार्थना के साथ सुनना. അതുകൊണ്ട് എല്ലാ ദിവസത്തെയും മീറ്റിംഗുകൾ എപ്പോഴും ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണേ. मसीह के रूप बनने के लिए प्रभु सबको सहायता करें. ക്രിസ്തുവിന്റെ രൂപത്തിൽ അനുരൂപരാകാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. प्रभु का अनुग्रह आप सबके साथ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ എല്ലാവരും വസിക്കട്ടെ. ये समय हम सब लोग प्रार्थना में रहेंगे. अतुल हमें प्रार्थना में